இரவின் தியானத்திற்காக என்ன வார்த்தை കൊടുக்க வேண்டும் என்று நான் ജപിத்துக் കൊണ്ടിരുന്നു. ഈ രാത്രിയുടെ ചിന്തയ്ക്ക് വേണ്ടി ഏത് വാക്കിൽ നിന്ന് പ്രസംഗിക്കണമെന്ന് ദൈവസന്നിധിയിൽ தேவாதி தேவன் இயேசு இறங்கி வந்தார். കർത്താവേ ദൈവം എൻ്റെ അടുത്ത് ഇറങ്ങി വന്നു. இயேசு கிறிஸ்து இறங்கி வந்தார். യേശു ക്രിസ്തു ഇറങ്ങി വന്നു. பரிசுத்த ஆவியின் மூலமாக அவர் சொன்னார். പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചു. நீ இன்று நேற்று இரவு சாப்பிட போகும் பொழுது என்னுடைய ஊழியக்காரன் மூலமாக நான் உனக்கு ஒரு செய்தி கொடுத்தேனே அதை மறந்து போனாயோ என்று கேட்டார். ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കുവാൻ പോയപ്പോൾ എൻ്റെ ദൈവത്തിന്റെ അഭിഷിക്തൻ മുഖാന്തരം നിനക്കൊരു അവൻ ദൈവിക സന്ദേശം നൽകി, അതിനെ നീ മറന്നുപോയോ എന്ന് ദൈവം ഒരു செய்தியை கொடுத்தேனே மறந்து விட்டாயா? ഒരു ദൂത് നൽകിയല്ലോ, അതിനെ നീ മറന്നുപോയോ? உடனே நான் ஞாபகப்படுத்தினேன். ഉടനെ ആ ദൂത് എൻ്റെ ഹൃദയത്തിൽ. அப்பொழுதுதான் உங்களுடைய தலைமை போதகர் ஐயா அவர்கள் நாங்கள் சாப்பிடும் பொழுது நித்திய ஜீவனை அளிப்பதே இயேசு கிறிஸ்து கொடுத்த பிரதானமான வாக்குத்தத்தம் என்று சொன்னதை பரிசுத்த ஆவியானவர் நினைவுபடுத்தினார். നിങ്ങളുടെ പ്രധാന ആമേൻ ദൈവദാസൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിത്യജീവൻ നൽകും എന്ന് പറഞ്ഞതാണ് ദൈവത്തിന്റെ അതിപ്രധാനമായ വാഗ്ദത്തം. அந்த வாக்குத்தத்தத்தை எடுத்து நாம் வாசிப்போம். 1 யோவான் 2:25. 1 യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. அங்கு வசனம் என்ன சொல்கிறது? അവിടെ ദൈവവചനം എന്തു പറയുന്നു? நித்திய ஜீவனை அளிப்பேன் என்பதே அவர் நமக்கு செய்த வாக்குத்தத்தம். നിത്യ ജീവനെ നൽകുമെന്ന് പറഞ്ഞതാണ് അവൻ നമ്മളോട് അറിയിക്കുന്ന ദൈവവാഗ്ദത്തം. This is the promise that he has promised us eternal life. ദൈവം നമുക്ക് നിത്യജീവനെ വാഗ്ദത്തമായി നൽകിയിരിക്കുന്നു. அடுத்த வசனம் சொல்கிறது, உங்களை வஞ்சிக்கிறவர்களை குறித்து இவைகளை உங்களுக்கு எழுதி இருக்கிறேன். അടുത്ത വാക്യം പറയുന്നു, നിങ്ങളെ വഞ്ചിക്കുന്നവരെ കുറിച്ച് ഞാൻ നിങ്ങളോട് എഴുതിയിരിക്കുന്നു. என் அன்பு சகோதர சகோதரிகள், എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ, இயேசு கிறிஸ்துவுக்கு நெருங்கின சொந்தக்காரன் யோவான். യേശു ക്രിസ്തുവിന് വളരെ അടുത്ത ആമേൻ ഒരു ശിഷ്യനാണ് യോഹന്നാൻ. இயேசுவின் மார்பிலை சாய்ந்திருந்தவன் யோவான். യേശുവിന്റെ മാറോട് ചാഞ്ഞു നിന്നവനാണ് യോഹന്നാൻ. ஆனால் இந்த யோவான் எவ்வளவுதான் பிசாசை துரத்தினாலும் பேய்களை துரத்தினாலும் அவரிடத்தில் சிலர் கேட்டார்கள், எங்களுக்கு இந்த வாழ்வுக்கு அப்புறம் என்ன கிடைக்கும் என்று கேட்டார். യോഹന്നാൻ എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാനോട് ചിലർ ചോദിക്കുന്നു, ഞങ്ങളുടെ മരണത്തിനു ശേഷമുള്ള ജീവിതം എന്ത്? அதற்கு அவர் என்ன எழுதுகிறார்? അതിന് യോഹന്നാൻ എന്താണ് എഴുതുന്നത്? 1 யோவான் 3:2 வாசிக்க கேட்போம். 1 യോഹന്നാൻ 3:2 മലയാളത്തിൽ വായിച്ചാട്ടെ. 1 John chapter 3:2 என்ன சொல்கிறது? 1 യോഹന്നാൻ 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. இப்பொழுது தேவனுடைய பிள்ளைகளாக இருக்கிறோம். ഇപ്പോൾ നാം ദൈവത്തിന്റെ മക്കളായിട്ടിരിക്കുന്നു. இனி எவ்விதமாய் இருப்போம் என்று இன்னும் வெளிப்படவில்லை. ഇനി എങ്ങനെ നാം ആയിരിക്കുമെന്ന് ഇതുവരെ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. ஆகிலும் அவர் வெளிப்படும் பொழுது அவர் இருக்கிற வண்ணமாக நாம் இருப்போம் என்று நம்புகிறோம். എന്നാൽ അവൻ വരുമ്പോൾ അവനെ പോലെ നാം ആകുമെന്ന് നാം വിശ്വസിക്കുന്നു. இந்த நிருபத்தை அவர் எழுதும் பொழுது இயேசு பார்த்துக்கொண்டு, ഈ ലേഖനം യോഹന്നാൻ എഴുതുമ്പോൾ കർത്താവായ യേശു അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. அவர் எங்கும் எதிலும் வியாபித்திருக்கிறவர் அல்லவா? യേശു എവിടെയും നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയാണ്. என்னடா என்னுடைய மார்பில் சாய்ந்திருந்தாயே, എന്റെ മാറോട് ചാഞ്ഞിരുന്നല്ലോ. சிலுவையில் நான் தொங்கும் போது எனக்கு கீழே இருந்த உத்தம சீசன் நீதானே. ഞാൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ എന്റെ അടുത്ത് നിന്ന ഉത്തമ ശിഷ്യൻ നീയാണല്ലോ. என்னுடைய தாயை உன்னிடத்தில் ஒப்பு கொடுத்தேனே, എന്റെ അമ്മയെ നിന്റെ കയ്യിലാണല്ലോ ഏൽപ്പിച്ചത്. அந்த நேரத்தில் நீ ஏற்றுக்கொண்டாயே, ആ സമയത്ത് തന്നെ നീ അത് സ്വീകരിച്ചല്ലോ. இப்பொழுது சபையார் கேட்கிறார்கள், ഇപ്പോൾ സഭ നിന്നോട് ചോദിക്കുന്നു, எப்படி இருப்போம்? ഇനി എങ്ങനെ നാം ആയിരിക്കും? இனி நாங்கள் எப்படி இருப்போம்? ഇനി നാം ഏത് അവസ്ഥയിലായിരിക്കും? கவலைப்படாதீர்கள், நாம் பரலோகத்திலே இயேசுவோடு இருப்போம் என்று ஏன் உனக்கு சொல்ல முடியவில்லை? ഓ നീ കലങ്ങണ്ട, നാം യേശുവോടുകൂടെ ദൈവരാജ്യത്തിൽ ഇരിക്കുമെന്ന് എന്തുകൊണ്ട് നിനക്ക് പറയുവാൻ കഴിയുന്നില്ല? எப்படி இன்னும்
எனக்கு வெளிப்படுத்தப்படவில்லை என்று சொல்லலாம். എന്തുകൊണ്ട് ഇനിയും എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു? உனக்கு நான் இப்பொழுது அதை உணர்த்தி காட்டுகிறேன். ഇപ്പോൾ ഞാൻ നിനക്ക് അതിനെ ഉണർത്തി കാണിക്കുന്നു. அங்கு சூழ்நிலை மாறியது, അവിടെ സാഹചര്യം മാറി, அவருடைய ஊழியம் மாறியது, അവന്റെ ശുശ്രൂഷ മാറി, அவருடைய ஊழியத்தில் அற்புத அடையாளங்கள் நடந்தது. അവന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. அரசாங்கம் அவரை பிடித்து ஒரு சங்கிலியிலே கட்டி எண்ணெய் சட்டியிலே முறுக்கை புரோட்டாவை பொரித்து எடுக்கிறது போல எடுத்தார்கள். എന്ത് സംഭവിച്ചെന്നറിയാമോ? യോഹന്നാനെ ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവനെ കൊതിക്കുന്ന എണ്ണയിലിട്ട് ഒരു മുറുക്ക് ഒരു പൊറോട്ട ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കുവാനിടയായി. சுட்டு எடுத்தார்கள். അവനെ ചുട്ടെടുത്തു. என்ன நடந்தது? എന്ത് സംഭവിച്ചു? அவருடைய தோல் கருகி போகவில்லை, അവന്റെ തോൽ വെന്തു പോയില്ല, அவர் சாகவில்லை, അവൻ മരിച്ചു പോയില്ല. அந்த அரசாங்க அதிகாரிகளுக்கெல்லாம் பைத்தியம் பிடித்தது. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഭ്രാന്ത് പിടിച്ചു. அந்த ராஜாவுக்கு பைத்தியம் பிடித்தது. ആ രാജാവിന് ഭ്രാന്തായി. சொன்னான், இவனை என்னால் பார்க்க முடியவில்லை. ഇവനെ എന്നെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നില്ല. உயிரோடு இருக்கிறான், ഇവൻ എങ്ങനെയാണ് ജീവനോട് ഇരിക്കുന്നത്? இவன் இந்த நாட்டில் இருக்க கூடாது. അതുകൊണ്ട് ഇവൻ ഈ ദേശത്ത് താമസിക്കരുത്. இவனை நாடு கடத்துங்கள். ഇവനെ നാട് കടത്തുക. ஆளில்லாத ஒரு தீவிலே போய் இவனை இறக்கி விட்டு ആള് താമസമില്ലാതെ ഒരു ദ്വീപിലേക്ക് അയക്കണം. என்ன நடந்தது? എന്താ സംഭവിച്ചത്? ஒரு கப்பல்ல ஏற்றி ஆளில்லாத ஒரு தீவு பத்மூஸ் என்கிற தீவிலே அவனை இறக்கி வைத்து ഒരു കപ്പലിൽ കയറ്റി ആളില്ലാത്ത ഒരു ദ്വീപിലേക്ക്, പത്മോസ് എന്ന ദ്വീപിലേക്ക് അവനെ നാട് കടത്തി. உடம்பெல்லாம் வலி, ശരീരമെല്ലാം വേദന, பசி, പട്ടിണി பட்டினி, പട്ടിണി, யாரிடத்திலும் பேசுவதற்கு ஆள் இல்ல, ആരോട് സംസാരിക്കുവാൻ ആരുമില്ല. அவனோடு கூட அப்பொழுது தெய்வம் பேசவே கிடையாது. അപ്പോൾ ദൈവം അവനോട് സംസാരിക്കുന്നില്ല. இவன் நினைத்து 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 அழுது கொண்டே இருக்கு. അവൻ കരഞ്ഞു കരഞ്ഞ് ദൈവത്തെ ഓർക്കുകയാണ്. திடீரென்று ஒரு நாள் அவனை தேவன் ஆவிக்குள்ளாக மாற்றினார். പെട്ടെന്ന് ഒരു ദിവസം ദൈവം യോഹന്നാനെ ആത്മാവിലാക്കി. அந்த நாளை அவன் எழுதி வைத்த பாட புஸ்தகம் தான் வெளிப்படுத்தின விசேஷம். ആ ദിവസത്തിൽ യോഹന്നാൻ എഴുതിയ ആ വെളിപ്പാടാണ് വെളിപ്പെടുത്തിയ വിശേഷം എന്ന് പറയുന്നത്. வெளிப்படுத்தின വെളിപ്പെടുത്തിയ പുസ്തകം. எதற்கு என்றால் வெளிப்பாடு இல்லாதவனுக்கு கொடுத்த ஒரு வார்த்தை அடங்கிய புஸ்தகம். വെളിപ്പാട് പുസ്തകം എന്തുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് ഇല്ലാത്തവന് ഒരു വെളിപ്പാട് നൽകുവാൻ എഴുതപ്പെട്ടതാണ്. என் அன்பு சகோதர சகோதரிகள், എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, இன்னைக்கு உலகம் முழுவதும் திருச்சபைகள் இருக்கிறது. ഇന്ന് ലോകമെമ്പാടും ദൈവസഭകളുണ്ട്. பல்வேறு தலைமை ஸ்தாபனங்கள் இருக்கிறது. പല കേന്ദ്ര നേതൃത്വമായ സഭകളുണ്ട്. பல கிறிஸ்தவ பள்ளிக்கூடங்கள் கல்லூரிகள் இருக்கிறது. പല ക്രിസ്തീയ വിദ്യാലയങ്ങളുണ്ട്, കോളേജുകളുണ്ട്. எல்லாம் இருக்கிறது. എല്ലാം ഉണ്ടെങ്കിലും ஆனால் ஒரே ஒரு வெளிப்பாடு மாத்திரம் இன்னும் வரவில்லை. എന്നാൽ ഒരേ ഒരു വെളിപ്പാട് മാത്രം ജനത്തിന് ലഭിച്ചിട്ടില്ല. அது என்ன? അതെന്താണ്? இந்த பூமியின் முடிவிலே, வாழ்வின் முடிவிலே மோட்சமா நரகமா என்று தீர்மானிக்கப்படும் என்பதை அறியாமல் தங்கள் இஷ்டம் போல ஓடிக்கொண்டிருக்கிறார்கள். ഈ ലോകാവസാനത്തിൽ നിത്യജീവനോ നിത്യ നരകമോ എന്നുള്ളത് ഉണ്ടെന്നുള്ള ബോധ്യമില്ലാതെ തങ്ങൾക്ക് തോന്നിയതുപോലെ ജനം ഓടിക്കൊണ്ടിരിക്കുന്നു. പണം വരട്ടും, സ്വത്ത് വരട്ടും, 1000 ബ്രാഞ്ച് വരട്ടും, പണം സമ്പാദിക്കാം, സ്വത്തുണ്ടാകട്ടെ, സ്നേഹിതന്മാരുണ്ടാകട്ടെ, എന്നാൽ இவைகள் எல்லாம் அழிந்து போகிற போஜனங்கள். എന്നാൽ ഇതെല്ലാം നശിക്കപ്പെട്ടു പോകുന്നതാണ്. இயேசு கிறிஸ்து 5 அப்பங்களை 2 சிறுமீன்களை 5000 பேருக்கு கொடுத்த பின்பும் ஜனங்கள் சாப்பாட்டுக்காக இயேசுவை பின்பற்றி கொண்டிருக்கும் பொழுது அவர் சொன்னார், കർത്താവായ യേശു ക്രിസ്തു 5 അപ്പത്തെ 2 ചിരുമീനും എടുത്ത് 5000ങ്ങൾക്ക് ഭക്ഷണം നൽകിയ ശേഷം യേശു പ്രകാരം പറഞ്ഞു. என்ன சொன்னார் தெரியுமா? யோவான் 6:27. യോഹന്നാൻ 6:27 യേശു എന്താണ് പറഞ്ഞത്? 26:27 வாசித்து பாருங்க. 26:27 വായിച്ചാൽ, நீங்கள் அற்புதங்களை கண்டதினால் அல்ல, നിങ്ങൾ അത്ഭുതങ്ങളെ കണ്ടതുകൊണ്ടല്ല, வானத்திலிருந்து நான் அப்பத்தையும் ரொட்டியையும் மீனையும் கொடுத்ததினால் தான் நீங்கள் வந்திருக்கிறீர்கள். ആകാശത്ത് നിന്ന് ഞാൻ അപ്പവും റൊട്ടിയും നൽകിയത് കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. நான் உங்களுக்கு சொல்லுகிறேன், ഞാൻ നിങ്ങളോട് പറയുന്നു, அழிந்து போகிற போஜனத்துக்காக அல்ல, അടിന്നു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, நித்திய ஜீவன் வரைக்கும் நிலைநிற்கிற ஆகாரத்திற்காக கிரியை நடப்பியுங்கள். നിത്യജീവൻ വരെ നിലനിൽക്കുന്ന ഭോജനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. கைகளை தட்டி கர்த்தரை மகிமைப்படுத்துங்கள்.
കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തോത്രം அந்நிய ചെയ്യട്ടെ. பாஷையில் நிரம்புவோமா? അന്യ ഭാഷ സംസാരിച്ച് ദൈവത്തിനെ இந்த സ്തോത്രം 3 ചെയ്യാം. நாட்களும் என் தேவன் உங்களுக்கு வேண்டிய அற்புதங்களை செய்தார். ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമായ അത്ഭുതങ്ങളെ ദൈവം ചെയ്തു. பேரை சொல்லி கூப்பிட்டார். പേര് പറഞ്ഞു വിളിച്ചു. பேய்களை விரட்டினார். ഭൂതങ്ങളെ പുറത്താക്കി. சோம்பேறியின் ஆவிகளை விரட்டினார். ഓ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ നിർജീവത്തിന്റെ ആത്മാവിനെ ദൈവം നശിപ്പിച്ചു. உங்களுக்கு வாக்குத்தத்தங்களை கொடுத்தார். നിങ്ങൾക്ക് വാഗ്ദത്തങ്ങളെ ദൈവം നൽകി. இவைகளெல்லாம் எதற்காக? എന്തിനിതെല്ലാം? உங்களுக்கு இன்றைக்கு இரவு தெய்வீக பரலோகத்தை குறித்து நரகத்தை குறித்து உங்களுக்கு உணர்வு வருவதற்கு. ഓ ഈ രാത്രിയിൽ ദൈവത്തിന്റെ നിത്യ രാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് ഒരു ബോധ്യത വരേണ്ടതിന് இன்றைக்கு இரவு தேவ பிள்ளையே உங்களுக்கு தேவையான சுகத்தை கொடுப்பா, ഈ பணத்தை രാത്രിയിൽ கொடுப்பா. നിങ്ങൾക്ക് ആവശ്യമായ സൗഖ്യം ദൈവം നൽകും, സമ്പത്ത് ദൈവം നൽകും. ஆனால் இவைகளெல்லாம் நிரந்தரமல்ல. എന്നാൽ ഇതൊന്നും നിരന്തരമല്ല. இவைகளெல்லாம் அழிந்து போகும். ഇതെല്ലാം അഴിഞ്ഞു പോകും. அழியாத ஒன்று நித்திய ஜீவன் மாத்திரமே. അഴിയാത്ത ഒന്ന് നിത്യജീവൻ മാത്രമാണ്. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ஹalleluya, ഹല്ലേലൂയ, ஹalleluya, ഹല്ലേലൂയ. என் அன்புக்குரியவர்களே, എന്റെ പ്രിയപ്പെട്ടവരെ, இன்றைக்கு நீங்கள் எதை தேட வந்திருக்கிறீர்கள்? ഇന്ന് നിങ്ങൾ എന്തിനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്? நீங்கள் கேட்கிற அனைத்தையும் தேவனாகிய கர்த்தர் செய்ய ஆயத்தம். നിങ്ങൾ കേൾക്കുന്നതെല്ലാം തരുവാൻ ദൈവത്തിന് കഴിയും. ஆனால் அதற்கு முன்பு ஆண்டவரை பார்த்து கேளுங்கள், உம்முடைய நித்திய ஜீவனை எனக்கு தார். അതിനു മുൻപായി കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, അങ്ങ് വാഗ്ദത്തം ചെയ്ത ആ നിത്യജീവനെ എനിക്ക് നൽകണമേ. நித்திய ஜீவன் என்பது என்ன? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ அது എന്താ? பரலோகத்திற்கு நாம் போகிறோம் என்பதை உறுதியாய் கொடுக்கிற ஒரு டிக்கெட். അത് സ്വർഗ രാജ്യത്തിൽ നാം ചെല്ലുവാൻ പോകുന്നു എന്നതിന് ദൈവം നൽകുന്ന ഒരു ഉറപ്പുള്ള ടിക്കറ്റിന്റെ പേരാണ് கைகளை தட்டி നിത്യജീവൻ. கர்த்தரை மகிமைப்படுத்து. കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം அது ചെയ്താൽ பரிசுத்த பாவ மன்னிப்பு நிச்சயத்தில் ஆரம்பிக்கிறது. അത് மன்னிப்பு நிச்சயம் പാപക്ഷമയുടെ നിശ്ചയത്തിൽ നിന്ന് அது ആരംഭിക്കുകയാണ്. அபிஷேகத்திலே ஆரம்பிக்கிறது. അത് അഭിഷേകത്തിൽ തുടങ്ങുന്നു. அது பரிசுத்த விசுவாச பிரித்தெடுக்கப்பட்ட வாழ்க்கையில் ஆரம்பமாகிறது. അത് വിശുദ്ധ ജീവിതത്തിൽ വേർതിരിക്കപ്പെട്ട ജീവിതത്തിൽ ആരംഭിക്കുന്നു. எதற்கெடுத்தாலும் அவரை விசுவாசிக்கிற தன்மையை கொடுக்கிறது. എന്തിന് എടുത്താലും ദൈവത്തിൽ വിശ്വാസമുള്ള അനുഭവത്തെ അത് என்னை കാണിക്കുന്നു. ஆண்டவர் பார்த்து கொண்டிருக்கிற அந்த உணர்வை கொடுக்கிறது. എന്നെ എപ്പോഴും എന്റെ ദൈവം കാണുന്നു എന്നുള്ള ബോധ്യം നൽകുന്നു. எல்லாம் சரி, എല്ലാം ശരിയാണ്. காலங்கள் செல்ல 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 കാലം കഴിയും തോറും இன்றைக்கு பரலோகம் ஒன்று இருக்கிறதா? ഇന്ന് സ്വർഗം ഉണ്ടോ? நரகம் இருக்கிறதா? നരകമെന്നൊന്ന് ഉണ്ടോ? எவனாயிலும் காட்ட முடியுமா ആർക്കെങ്കിലും കാണിച്ചു തരുവാൻ കഴിയുമോ என்று அநேகர் கேட்க ஆரம்பித்தார். അനേകർ ചോദ്യം ചോദിക്കുന്നു. இதை விட ஒரு மோசமான காரியம் என்னவென்றால், ഇതിനേക്കാൾ മോശമായ കാര്യം എന്തെന്നാൽ மக்கள் கேட்க ஆரம்பித்தார். പെന്തക്കോസ്ത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ദൈവമക്കൾ പോലും ചോദിക്കുകയാണ്. அந்நிய பாஷை வாயில் இருக்கிறது, അന്യഭാഷ നാവിലുണ്ട്. ஆனால் பரலோகத்துக்கு போக வேண்டுமே, இன்றைக்கு ராத்திரி உம்முடைய வருகை இருந்தால் அந்த வருகையில் என்னை நினைத்துக் கொள்ளும் என்று ஜெபித்து விட்டு படுக்கிறவர்கள் எத்தனை பேர்? ഈ രാത്രിയിൽ ദൈവത്തിന്റെ വരവുണ്ടായാൽ ആ വരവിൽ എടുക്കപ്പെടണമേ എന്ന ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ച് രാത്രി കിടന്നുറങ്ങുന്നവർ എത്ര പേരുണ്ട്? இன்றைக்கு இரவு உம்முடைய வருகை இருந்தால் என்னையும் என் குடும்பங்களை நினைத்துக் கொள்ளும் என்று சொல்லுகிறவர்கள் எத்தனை பேர்? ഓ ഈ രാത്രിയിൽ അങ്ങയുടെ വരവുണ്ടായാൽ എന്നെയും എന്റെ കുടുംബത്തെയും ഓർക്കണമേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? அப்படி சொல்லுகிறவர்கள்தான் மணவாட்டி திருச்சபை. അങ്ങനെ പറയുന്നവരാണ് മണവാട്ടി സഭ. அப்படி சொல்லுகிறவர்கள்தான் கரை திரையற்ற மணவாட்டி திருச்சபை. അങ്ങനെ പറയുന്നവരാണ് കറ ചുളക്കമൊന്നുമില്ലാത്ത മണവാട്ടി സഭ. இன்றைக்கு இரவு ഇന്ന് രാത്രി மணவாட்டியே, ഓ മണവാട്ടിയെ, உன்னை அலங்கரிக்க இயேசு வந்திருக்கிறார். നിന്നെ അലങ്കരിക്കുവാൻ യേശു വന്നിരിക്കുന്നു. உனக்கு ஒரு உணர்வை கொடுக்க இயேசு வந்திருக்கிறார். നിനക്കൊരു ബോധ്യം തരുവാൻ യേശു വന്നിരിക്കുന്നു. உனக்கு ஒரு അഭിഷേകത്തെ തര இயேசு നിനക്കൊരു வந்திருக்கிறார். അഭിഷേകം നൽകുവാൻ യേശു വന്നിരിക്കുന്നു. குடும்ப தலைவர்களே, ഓ കുടുംബ ഗ്രഹനാഥന്മാരെ, குடும்ப தலைவியே, ഗ്രഹനാഥന്മാരെ, நீ சபைக்கு மாத்திரம் உத்தமமையா இருந்தால் നീ பரலோகத்துக்கு സഭയിൽ போய்விட முடியாது. മാത്രം ഉത്തമയായിട്ട് ഇരുന്നാൽ സ്വർഗരാജ്യത്തിന് പോകുവാൻ കഴിയത്തില്ല. உபதேசத்துக்கு மாத்திரம் உத்தமையா இருந்தால் பரலோகத்துக்கு போக
முடியாது. ഉപദേശം മാത്രം അനുസരിച്ച് ജീവിച്ചത് കൊണ്ട് പോകുവാൻ കഴിയത്തില്ല. அனுதின வாழ்க்கையிலே தெய்வத்தை நிரூபித்து அந்த வாஞ்சியோடு பரலோகமே என் சொந்தமே, பரலோகமே என் சொந்தமே என்று நீ இருந்தால் ദൈനംദിന ജീവിതത്തിൽ പരലോകമേ എന്റെ സ്വന്തമേ എന്ന് പറഞ്ഞ് ഒരു വിശ്വാസത്തോടുകൂടെ ഒരു പ്രത്യാശയോടുകൂടെ ജീവിച്ചാൽ മാത്രമേ അതിലേക്ക് കടക്കുവാൻ കഴിയത്തുള്ളൂ. என்ன சொன்னார்? യേശു എന്താണ് പറഞ്ഞത്? வீட்டின் மேல் இருக்கிறவன் 2 பேர் ஒருவன் எடுத்துக்கொள்ளப்படும். വീട്ടിൽ താമസിക്കുന്ന 2 പേരിൽ ഒരാൾ എടുക്കപ്പെടും. படுக்கையில படுத்திருக்கிறவன் 2 பேரில் ஒருவன் தான் எடுத்துக்கொள்ளப்படுவான். കിടക്കയിൽ കിടക്കുന്ന 2 പേരിൽ ഒരാൾ എടുക്കപ്പെടും. ஒரு திரிகை திரிக்கிற 2 பெண்களில் ஒருத்தி தான் எடுத்துக்கொள்ளப்படுவான். യന്ത്രം അറച്ചുകൊണ്ടിരിക്കുന്ന 2 പേരിൽ ഒരാൾ എടുക്കപ്പെടും. ஏன் அப்படி சொன்னார்? എന്തുകൊണ്ട് പറഞ്ഞു? 2 பேர் ஒரே வீட்டில் இருக்கிறார்கள். 2 പേർ ഒരേ ஒரே വീട്ടിലായിരിക്കുന്നു, படுக்கையில் இருக்கிறார்கள். ഒരേ കിടക്കയിലായിരിക്കുന്നു, ஒரே வேலை செய்கிறார்கள். ഒരേ വേല ചെയ്യുന്നു. 2 பேரும் ஒருத்தர் தான் எடுத்துக்கொள்ளப்படுவார் என்று இயேசு சொல்ல காரணம் என்ன? 2 പേരിൽ ഒരാൾ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ എന്ന് യേശു പറയുവാൻ കാരണമെന്ത്? அங்குதான் உள்ளே இருக்கிற அந்த உணர்வின் அபிஷேகம். അവിടെയാണ് ആ ഹൃദയത്തിന്റെ അകത്തുള്ള ആ ബോധ്യം ഉണർത്തുന്ന ദൈവത്തിന്റെ ആത്മാവ്. 2 பேரும் ஒரே படுக்கையில் தான் படுத்திருக்கிறார்கள். 2 പേർ ഒരേ കിടക്കയിലായിരിക്കുന്നു, ஆனால் வெவ்வேறு சிந்தனையிலே படுக்கைக்கு செல்கிறார்கள். എന്നാൽ 2 വ്യത്യസ്തമായ ചിന്തയോട് കിടക്കയ്ക്ക് പോകുന്നു. 2 பேர் தான் வயலுக்கு போகிறார்கள். 2 പേരാണ് വയലിലേക്ക് പോകുന്നത്. ஒருத்தன் பரலோகத்தை நினைத்துக் கொண்டே வேலை செய்கிறான், அடுத்தவனோ வேகமா வேலை செய்துவிட்டு சம்பளத்தை எவ்வளவு கூட வாங்கலாம் என்று வேலை செய்கிறான். ഒരുത്തൻ സ്വർഗ രാജ്യത്തെ കുറിച്ചുള്ള ചിന്തയോടുകൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റൊരുത്തൻ പണം സമ്പാദിക്കണം എന്നുള്ള ചിന്തയോട് ജോലി ചെയ്യുന്നു. அதனால் தான் ஒருவன் எடுத்துக்கொள்ளப்படுகிறான், അതുകൊണ്ടാണ് இன்னொருவன் ഒരുത്തൻ கைவிடப்படுகிறான். എടുക്കപ്പെടും, ഒരുത്തൻ കൈവിടപ്പെടും. எனக்கு அருமையான கைகளை தட்டி கர்த்தரை மகிமைப்படுத்து. ഓ കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. உங்களில் இருக்கிற உணர்வுள்ள ஆவி எது? നിങ്ങളുടെ അകത്തുള്ള ആ ഉണർത്തുന്ന ആത്മാവ് എവിടെയാണ്? பரலோகத்துக்காக பூமியில வாழுகிறாயா? സ്വർഗ രാജ്യത്തിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുന്നു. நீ இல்லாவிட்டால் நரகத்துக்கு போக வேண்டும் என்பதற்காக உங்கள் இஷ்டம் போல வாழுகிறீர்கள். നരകത്തിൽ പോകണമെന്നുള്ളതിന് വേണ്ടി തോന്നിയതുപോലെ ജീവിക്കുന്നുണ്ടോ? தயவாக இன்றைக்கு இரவு தீர்மானம் செய்யும். ഓ ദയവ് ചെയ്ത് ഈ രാത്രിയിൽ തീരുമാനമെടുക്കണം. இயேசு சொல்லுகிறார், യേശു പറയുന്നു, மத்தேயு 18:14 ஒருவனாயிலும் கெட்டு போக. മത്തായി 18:16 ഒരുത്തനും നശിച്ചു പോകരുത്. அதனால் தான் எங்களை போன்ற ஊழியக்காரர்களை உங்கள் தேசத்துக்கு அனுப்புகிறார். അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ദൈവദാസന്മാരെ ഈ ദേശത്തിലേക്ക് കർത്താവ് അയക്കുന്നത്. உங்கள் தேசத்திலிருந்து ஊழியக்காரர்களை எங்கள் தேசத்துக்கு அனுப்புகிறார். ഓ നിങ്ങളുടെ ദേശത്ത് നിന്ന് ദൈവദാസന്മാരെ ഞങ്ങളുടെ ദേശത്തിലേക്ക് അയക്കുന്നു. எனக்கு அருமையான தேவனுடைய பிள்ளைகளே, എനിക്ക് പ്രിയമുള്ള ദൈവമക്കളെ, கடந்த அக்டோபர் மாசம் நடந்த முகாமிலே கடந்த വർഷം ഒക്ടോബർ മാസം നടന്ന ക്യാമ്പിൽ വെച്ച് எங்களுடைய ஊரில் நடந்த ஜெபாலயத்திலே ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിൽ നടന്ന ആ ക്യാമ്പിൽ பாருங்கள், ஜான் மார்ட்டின் வந்திருந்தார். പാസ്റ്റർ ജോൺ മാർട്ടിൻ மற்ற വന്നിരുന്നു. ஏனைய ஊழியர்கள்லாம் வந்திருந்தார்கள். പ്രിയപ്പെട്ട ദൈവദാസന്മാർ വന്നിരുന്നു. எவ்வளவு பெரிய அற்புதம் தெரியுமா? വലിയ അത്ഭുതങ്ങൾ നടന്നു. என்னுடைய சொந்த அண்ணன் மகன் ஒருவன் ஒரு ஊதாரியாய் திரிந்து கொண்டே தெரிந்தார். എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ മകൻ ഒരു ദൈവഭയമില്ലാത്തവനായി ജീവിച്ചുകൊണ്ടിരുന്നു. தேவப்பிள்ளைதான், അവൻ ദൈവത്തിന്റെ മകനാണ്, அழகுள்ளவன் தான், ഓ സൗന്ദര്യമുള്ളവനാണ്, என்னுடைய அண்ணன் மகன் தான். എന്റെ സ്വന്തം സഹോദരന്റെ മകനാണ്. ஆனால் அவனுக்கு ஊழியங்கள் மேலே வெறுப்பு, ஊழியக்காரர்கள் மேலே வெறுப்பு. അവന് ദൈവദാസന്മാരുടെ മേൽ വലിയ വെറുപ്പുണ്ടായിരുന്നു. நடந்தது என்ன? എന്താ സംഭവിച്ചത്? உங்கள் சகோதரன் ஜான் மார்ட்டின் அப்படியே உள்ள நடந்து போனார். നിങ്ങളുടെ ദൈവദാസൻ ജോൺ മാർട്ടിൻ അവിടെ നടന്നുപോയി. இவர் நடந்து போக போக அவன் சடேர் என்று சாடி கீழே விழுந்தான், செத்தவனை போல கிடந்தான். ദൈവദാസൻ നടന്നു പോകുമ്പോൾ തന്നെ അവൻ മരിച്ചവനെ പോലെ നിലത്ത് വീഴുവാനിടയായി. எழுந்தவனே சொன்னான், അവൻ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, ஏதோ ஒன்று என்னை விட்டு போய்விட்டது, ഏതോ ഒരു ശക്തി എന്നിൽ നിന്ന് പോയിരിക്കുന്നു. ஆனால் இப்பொழுது ஒரு பெரிய லகுவாய் உணர்கிறேன். ഇപ്പോൾ ഞാൻ സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ പോലെ இயேசுவை தொட்டு கொண்டிருக்கிறார். യേശു പറയുന്നു, இயேசு எனக்காக உயிர் நீத்தவர் இருக்கிறார். യേശു എന്നോട് പറയുന്നു, യേശു എനിക്ക് വേണ്ടി ജീവനെ இனி നൽകിയിരിക്കുന്നു. அவருக்காக வாழ்வே. ഇനി യേശുവിന് വേണ്ടി ജീവിക്കും. கைகளை தட்டி கர்த்தரை மகிமைப்படுத்துவோம். കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം പറയാമോ? கர்த்தர் அவரை கைவிடுவாரா? ദൈവം അവനെ ഉപേക്ഷിക്കുമോ? கர்த்தர் அவனை விட்டு விடுவாரா? ദൈവം അവനെ വിട്ടുകളയുമോ? ஆனால் എന്നാൽ உணர்வை மீறி நடந்தால், ഉണർവില്ലാതെ നടന്നാൽ, உடன்படிக்கையை மீறி நடந்தால், ദൈവത്തോട് ചെയ്യപ്പെട്ട ഉടമ്പടി മീറി നടന്നാൽ அவனையும் விட்டு விடுவார். അവനെയും ദൈവം കൈവിടും. நானாக இருந்தாலும் விட்டு விடுவார். ഞാനായിരുന്നാലും കൈവിടും. வேதத்திலே அப்படித்தான் பார்க்கிறோம். ദൈവവചനത്തിൽ അങ്ങനെയാണ് കാണുന്നത്. ஒரு பெரிய பணக்காரன் ஒருவன் இயேசுவிடத்தில் ഒരു വലിയ സമ്പത്തുള്ള മനുഷ്യനുണ്ടായിരുന്നു. அவன் வந்து சொன்னான், അവൻ വന്നു പറഞ്ഞു, நித்திய ஜீவனை சுதந்தரிக்க நான் என்ன செய்ய வேண்டும்? നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? எனக்கு அடுத்து யார்?
എനിക്ക് അടുത്ത ആരാണ്? அவன் நினைத்தான் என்னை விட ஒருவனும் பெரிய யோக்கியன் கிடையாது என்று എന്നെക്കാൾ ശ്രേഷ്ഠന്മാർ ഈ ലോകത്തിൽ ഇല്ല എന്ന് അവൻ ചിന്തിച്ചു. நான் தான் எல்லாம் என்று நினைத்துக் கொண்டிருந்தேன். ഞാനാണ് എല്ലാം എന്ന് അവൻ ചിന്തിച്ചു. நடந்தது என்ன? എന്താ സംഭവിച്ചത്? இயேசு அவனை பார்த்து சொன்னார், மோசேயின் மூலமாக சொல்லப்பட்ட கற்பனைகளை சரியாக செய்து வா. യേശു അവനോട് പറഞ്ഞു, മോശ മുഖാന്തരം പറയപ്പെട്ട ദൈവ കൽപ്പനകളെ നീ അനുസരിക്കണം. அவன் പറഞ്ഞു, எனக்கு எல்லாமே தெரியுமே, എനിക്ക് എല്ലാം അറിയാം. நீங்கள் மார்க் 10ஆம் அதிகாரம் 15, 16, 17 இவைகளை வாசிக்கலாம், நமக்கு நேரம் இல்லை, கேளுங்க. മാർക്ക് സുവിശേഷം 10ആം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നാം വായിക്കണ്ട. അവൻ சொன்னான், சிறு வயது முதற்கொண்டு അവൻ പറഞ്ഞു, ചെറു പ്രായം മുതൽ ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. യേശു அப்படியே அதிர்ச்சியான. യേശു അത് കേട്ട് ആശ്ചര്യപ്പെട്ടു. சிறு வயது முதற்கொண்டு நீ பின்பற்றி வருகிறாய், ചെറു പ്രായം മുതൽ നീ അത് അനുഭവിക്കുന്നുണ്ടോ? கற்பனைகளை கைக்கொண்டு வருகிறாய், കൽപ്പനകളെ അനുസരിക്കുന്നുണ്ടോ? அப்படி என்றால் நீ ஒன்று செய். എന്നാൽ നീ ഒന്നുകൂടെ ചെയ്യണം. உன் சொத்துக்களை எல்லாம் விற்று, നിന്റെ സ്വത്തെല്ലാം വിറ്റ് ஏழைகளுக்கு கொடுத்து, ദരിദ്രർക്ക് കൊടുക്കണം. என்னுடைய சிலுவை எடுத்துக்கொண்டு என்னை എന്റെ ക്രൂസ് എടുത്തുകൊണ്ട് നീ എന്നെ അനുഗമിക്കുക. கைகளை தட்டி கர்த்தரை കരങ്ങൾ അടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ஹalleluya, ഹല്ലേലൂയ, ஹalleluya, ഹല്ലേലൂയ. அவன் கேட்ட கேள்வி என்ன? യേശു ചോദിച്ച ചോദ്യം എന്താണ്? போதகரே, நித்திய ஜீவனை அடைய நான் என்ன செய்ய வேண்டும்? ഗുരുവേ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? இயேசு சொல்கிறார், தியாகம் செய். യേശു പറയുന്നു, ദാനം ചെയ്യുക, தியாகம் செய். ത്യാഗം ചെയ്യുക. இதுவரைக்கும் நீ எல்லா சந்தோஷத்தை அனுபவித்து விட்டாயே, ഇതുവരെ നീ എല്ലാ സന്തോഷവും അനുഭവിച്ചിരിക്കുന്നു, எல்லா சொத்தையும் அனுபவிச்சிட்டாயே, എല്ലാ സ്വത്തും നീ അനുഭവിച്ചിരിക്കുന്നു. இப்பொழுது ஒன்று செய், ഇല്ലാதவர்களுக்கு கொடு. ഇപ്പോൾ ഒന്ന് നീ ചെയ്യുക, ഇല്ലാത്തവർക്ക് കൊടുക്കുക. உன்னை போல பிறனை நேசி, നിന്നെ പോലെ മറ്റുള്ളവരെ അയൽക്കാരനെ സ്നേഹിക്കുക. அவ்வளவுதான். അപ്പൊ അത് അത്രയേ ഉള്ളൂ. அவன் நடுங்க ஆரம்பித்தான். അവൻ വിറയ്ക്കുവാൻ തുടങ്ങി. ஐயோ, இவ்வளவு சொத்தை கொண்டு போய் யாருக்கு கொடுக்கிறது? ഈ ഇത്രയും വലിയ സ്വത്ത് ആർക്ക് കൊടുക്കുവാൻ அவன் കഴിയും? ஐஸ்வர்யவான் மட்டுமல்ல, ஐஸ்வர்யத்தின் மேல் நம்பிக்கை அதிகமாய் வைத்தான். അവൻ ധനവാൻ മാത്രമല്ല, അവൻ ധനത്തെ ആശ്രയിച്ചവനായിരുന്നു. இயேசுவிடத்தில் இயேசுதான் அந்த ஆசீர்வாதத்தை கொடுத்தவர். യേശുവാണ് അനുഗ്രഹം കൊടുത്തത്. கடவுள்தான் அவனுக்கு கொடுத்தவர். ദൈവമാണ് അനുഗ്രഹം யெகோவா കൊടുത്തത്. தெய்வம்தான் அவனுக்கு கொடுத்தவர். യഹോവയാണ് അവൻ നൽകിയത്. சொத்தை விட்டு பிரிய மனம் இல்லை. അവന് ആ സ്വത്തിനെ വിട്ട് പിരിവാൻ മനസ്സില്ല. பாருங்கள், துக்க முகத்தோடு போய்விட்டான். പ്രിയപ്പെട്ടവരെ, അവൻ ദുഃഖമുഖത്തോട് കടന്നു. நீங்களும் இன்றைக்கு துக்க முகத்தோடு வந்த வண்ணமாக வீட்டுக்கு போக ஆசைப்படுகிறீர்களா? നിങ്ങളും വന്നതുപോലെ ദുഃഖമുഖത്തോട് വീട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? அப்படி போக ஆசைப்படுகிறீர்களோ? അങ്ങനെ ആഗ്രഹമുണ്ടോ? நீங்கள் அப்படி இருதயத்தை கடினப்படுத்தினால் நீங்களும் அப்படியே போங்கள் என்று விட்டு விடுவார். നിങ്ങളും അതുപോലെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയാൽ നിങ്ങളും അതുപോലെ ദുഃഖത്തോട് പോ എന്ന് ദൈവം വിട്ടുകളയും. இல்லை ആண்டവரേ, நான் எதை இழந்தாலும் உம்மை இழக்க மாட்டேன். ഇല്ല കർത്താവേ, ഞാൻ ഇതിനെ നഷ്ടപ്പെടുത്തിയാലും അങ്ങയെ നഷ്ടപ്പെടുത്തത്തില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ദൈവം ഉപേക്ഷിക്കത്തില്ല. കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ஹalleluya, ഹല്ലേലൂയ. நீங்கள் ஜெபிக்கிறவர்களாக மாற வேண்டும். നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. நீங்கள் தியாகம் செய்கிறவர்களாய் மாற നിങ്ങൾ வேண்டும். ത്യാഗം ചെയ്യുന്നവരായി മാറണം. சாட்சி உள்ளவர்களாய் மாற வேண்டும். സാക്ഷിയുള്ള ജീവിതമുള്ളവരായി മാറണം. அது மட்டுமல்ல, അത് മാത്രമല്ല, நீங்க இப்ப வந்தாலும் நான் ஆயத்தம். ഓ കർത്താവേ, ഇപ്പോൾ വന്നാലും ഞാൻ ഒരുക്കമാണ്. நீர் எப்பொழுது வந்தாலும் നീ ஆயத்தம். എപ്പോൾ വന്നാലും ഞാൻ ഒരുക്കത്തോടെ நான் ആയിരിക്കുന്നു. மண்ணுக்குள் மரணம் வந்து படுத்து கிடந்தாலும் எக்காலம் துணிக்கும் பொழுது நான் எழுந்திருப்பேன். ഓ, ഞാൻ മണ്ണിൽ കിടന്നുറങ്ങിയാലും കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ, ஹalleluya, ഹല്ലേലൂയ. இந்த சத்தத்தை கேட்டுக்கொண்டிருக்கிற என் அன்பு பாரம்பரியமாய் வாழ்ந்து கொண்டிருக்கிற கிறிஸ்தவனே, மனம் திரும்பு. ഈ ശബ്ദം കേൾക്കുന്ന പാരമ്പര്യ ക്രിസ്ത്യാനിയെ നീ മാനസാന്തരപ്പെട്. வெறுமனே அந்நிய பாஷையை நீ ரட்சிக்கப்பட்ட முன் போல காட்டுகிறதுக்காக பேசிக் கொண்டிருக்கிறாயே, மனம் திரும்பு. ഓ, മാനസാന്തരപ്പെട്ടെന്ന് അഭിനയിക്കുവാൻ അന്യഭാഷ സംസാരിച്ചുകൊണ്ട് അഭിനയിക്കുന്നവരെ മാനസാന്തരപ്പെടുക. இன்றைக்கு இரவு நீ துக்க முகத்தோடு போகக்கூடாது. உன்னுடைய பரம்பரை, உன்னுடைய ஜனம் പരലോകത്തിൻ പിള്ളകളായി മണവാട്ടിയായി വര வேண்டும். ഇന്ന് രാത്രി നീ ദുഃഖമുഖത്തോട് വീട്ടിലേക്ക് പോകരുത്. നീയും നിന്റെ പാരമ്പര്യത്തിലുള്ളവരും യേശുവിന് വേണ്ടി കടന്നു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. இந்த பிளஸ் வாகமன் கூட்டங்கள் அதற்குத்தான். ഈ പ്ലസ് വാഗമൺ അതിനു വേണ്ടിയാണ്. യേശു ക്രിസ്തു இங்கு இறங்கி வந்திருக்கிறார் அதற்குத்தான். യേശു ക്രിസ്തു ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. நித்திய ஜீவன் வரைக்கும் நிலைநிற்கிற போஜனம், നിത്യജീവൻ വരെ നിലനിൽക്കുന്ന ആഹാരം. அந்த மகன் துக்கமாய் போனான். ആ മകൻ ദുഃഖത്തോട് പോയി. ஏன் போனான்?
എന്തുകൊണ്ട് പോയി? உலகத்தின் மேல் ஐஸ்வர்யமானாயிரு. ഓ ലോകത്തിന്റെ ധനത്തിന്മേലുള്ള ആശ്രയം. எனக்கு அருமையானவர்களே, എന്റെ പ്രിയപ്പെട്ടവരെ, ஒரு 2005 என்று நினைக்கிறேன். 2005 വർഷം എന്നോർക്കുന്നു. எப்பொழுது அந்த ஸ்டோன்ஸ் ஃபார்ம் ஆகி மன்னார்குடிக்கு போனோம் 2005. 2005 மன்னார்குடி என்கிற ஊருக்கு ஊழியத்துக்கு போகிறோம். 2005 വർഷം മന്നാർകുടി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് മിനിസ്ട്രിക്ക് വേണ്ടി പോയി. அங்கு கிளம்ப ஆரம்பிக்கிறோம். எனக்கு ഇടുപ്പിലെ കൂർശി வைத்து കുത്തുന്നത് പോലെ വലിക്ക ആരംഭിച്ചു. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുവാൻ ഒരുങ്ങിയപ്പോൾ പുറത്ത് സൂചി കൊണ്ട് കുത്തിയത് പോലുള്ള വേദന അനുഭവിച്ചു. ഉടനെ എൻ കുടുംബത്താർ എന്നെ ആശുപത്രിയിൽ ചേർത്ത. ഉടനെ എന്റെ കുടുംബത്തിൽപ്പെട്ടവർ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ஐயா உங்களுக்கு உங்களுடைய ஸ்கேன் ரிப்போர்ட் படி 6 கல்கள் இங்க உங்களுடைய ஸ்டோன்ல இருக்குது. நீங்க சரியாவே தண்ணி குடிக்கல, ஓடி ஓடி உழைச்சு உங்க உடம்ப கெடுத்துக்கிட்டீங்க. ഹോസ്പിറ്റലിൽ എന്നെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വെള്ളം അധികം കുടിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ കിഡ്നിയിൽ 6 കല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ஊழியத்துக்கு போக முடியாது. ഇനി നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് പോകുവാൻ കഴിയത്തില്ല. நாங்கள் மருந்து கொடுப்போம், கல் தானாக வர வேண்டும். ഞങ്ങൾ മരുന്ന് കൊടുക്കും, ആ കല്ല് தானாய் புறத்து வர கரைந்து வர வேண்டும். அது கரைஞ்சு வரணும். இல்லை என்றால் லேசர் சிகிச்சை மூலமாக அந்த கல்லுகளை உடைத்து வெளியே எடுப்போம். இல்ல எങ്കിൽ லேசர் சிகிச்சை கொண்டு ആ കല്ലുകളെ പൊട്ടിച്ചെടുക്കണം. நான் ஆவியில் நிரம்பி ஜெபித்துக் கொண்டே இருக்கிறேன். ഞാൻ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. எனக்கு அருமையானவர்களே, மனைவி உடனே இயேசு அழைக்கிறார். ஐயா டிஜிஎஸ் தினகரன் அவர்கள் வாழ்ந்த நேரம் அவளுக்கு தொலைபேசியில பேசினார். എന്റെ ഭാര്യ ഉടനെ ജീസസ് കാൾസിൽ സഹോദരൻ DGS ദിനകരൻ ജീവിച്ചു കൊണ്ടിരുന്ന കാലം അദ്ദേഹത്തിന് വിളിച്ചു പറയുവാനിടയായി. അവർ ഉടനെ അടുത്ത നിമിഷം ഫോണിൽ വന്നു വിട്ടാർ. അടുത്ത സെക്കൻഡിൽ അദ്ദേഹം തിരിച്ചു വിളിച്ചു. എൻ മകൻ എലിസാൻബ് ആശുപത്രിയിൽ ഇരിക്കാനാ. എന്റെ പ്രിയ മകൻ എലിസാൻബ് ഹോസ്പിറ്റലിലാണോ? എന്നപ്പാ ആச்சு? എന്താണ് സംഭവിച്ചത്? ഞാൻ മனைவி പേശിനാൽ ഞാൻ ഏതേതോ പേശിനേൻ. ദേവദാസന്റെ ഭാര്യയെ സംസാരിച്ചു. ദേവദാസൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ഇഞ്ചക്ഷൻ ഏറ്റപ്പെട്ട് ഡൗസിനെസ്സിൽ ഇരിக்கிறேன். എനിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കപ്പെട്ടത് കൊണ്ട് ഞാനൊരു അബോധാവസ്ഥയിലാണ്. അവർ சொன்ன ഒരു വാർത്ത, അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, നീ അழைക്കപ്പെട്ട ഊഴിയക്കാരൻ, നീ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ വിഷയം, എന്ത മീറ്റിംഗും ക്യാൻസൽ ആകக்கூடாது, ഒരു മീറ്റിംഗ് പോലും ക്യാൻസൽ ആകരുത്. ഞാൻ ഇപ്പോൾ ജെപിപ്പേൻ, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. കർത്തർ அந்த 6 കല്ലേയും മായമായി മറയെ ചെയ്യുവാൻ. ആ 6 കല്ലുകളെയും കർത്താവ് മായമായി മറച്ചു കളയും. നീ എഴുമ്പി ഊഴിയத்துக்கு പോവാ. നീ എഴുന്നേറ്റ് മിനിസ്ട്രിക്ക് പോകും. അവർ ജെപിக்கிறார். தொலைபேசியில 30 നിമിഷத்துக்கு മേൽ ജെപിക്കും. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഫോണിൽ 30 മിനിറ്റിനധികമായി പ്രാർത്ഥിച്ചു. എൻ മனைவி ആறுதல் പടുത്തിനാർ. എന്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചു. ഡോക്ടറെ കൂപ്പിട്ടാർ. ആ ഡോക്ടറിനെ വിളിച്ചു. മകനുക്ക് എவ்வளவு செலவானாலும் நான் தருகிறேன். ഓ എന്റെ പ്രിയ മകന് എത്ര ചെലവായാലും ഞാൻ തരാം. ஆனால் கவனமாய் பார்க்க வேண்டும். എന്നാൽ വളരെ കെയർഫുൾ ആയിട്ട് പരിശോധിക്കണം. என்ன நடந்தது? എന്താ സംഭവിച്ചത്? ജെപിക്ക இன்னுം நான் ആവിക്കുള്ളാനേ. ഓ അദ്ദേഹം പ്രാർത്ഥിക്കുന്തോറും ഞാൻ ആത്മാവിലായി. ഒരു പക്കം മരുന്നുകളിൻ തന്മൈ, മറ്റൊരു ഭാഗം മരുന്നുകൾ, இன்னொரு பக்கம் ஆண்டவருடைய அபிஷேகம், മറ്റൊരു ഭാഗം ദൈവത്തിന്റെ അഭിഷേകം. அன்றைக்கு மாலை, അന്ന് വൈകിയ വേളയിൽ அந்த நேரத்தில் என் கண்கள் திறக்கப்பட்டது. എന്റെ കണ്ണ് തുറക്കപ്പെട്ടു. திடீரென்று என் கண்களுக்கு முன்பதாக ஒரு வெள்ளைக்காரன், ஒரு வெள்ளைக்காரி, ஒரு ஒயிட் ஹஸ்பண்ட் அண்ட் ஒய்ஃப் எனக்கு தெரிகிறார்கள். ആ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ എന്റെ മുൻപിൽ ഒരു സായിപ്പും മാതായിപ്പും വന്ന് നിൽക്കുന്നു. ஒயிட் பீப்புள். அவர் கூப்பிடுகிறார், வா என் ஊருக்கு வராமல் போய்விடாதே, வா. രണ്ടുപേരും എന്നെ നോക്കി വിളിക്കുന്നു, ഞങ്ങളുടെ നാട്ടിലേക്ക് നീ വരണം, വരാതെ പോകരുത്. நான் பயந்து எந்திரிச்சேன். ഞാൻ പേടിച്ചെഴുന്നേറ്റു. என் மனைவியின் கையை பிடித்தேன். എന്റെ ഭാര്യയുടെ കരത്തെ പിടിച്ചു. தேவதூதர்கள் வெள்ளக்கார உருவத்தில் வந்து வா வான்னு கூப்பிடுறாங்க. ദൈവത്തിന്റെ ദൂതന്മാർ സായിപ്പുമാരുടെ രൂപത്തിൽ വന്ന് വാ വാ എന്ന് நான் വിളിക്കുന്നു. உடனே இன்னைக்கு பரலோகத்துக்கு போக ஆயத்தம். ഞങ്ങൾ ഉടനെ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ഒരുങ്ങി. நான் செத்து போனாலும் நீ போய் பிரசங்கம் பண்ண வேண்டும். ഞാൻ മരിച്ചു പോയാലും നീ പോയി ദൈവവേല ചെയ്യണം. ஊழியக்காரனும் ஊழியக்காரியுமாய் நீ வளர்க்க வேண்டும். മക്കളെ ദൈവത്തിന്റെ ദാസനായി വളർക്കണം. அவர் சொன்னால், என் மனைவி சொன்னால், എന്റെ ഭാര്യ പറഞ്ഞു, வாய மூடுங்க, വായടക്ക്, உங்களுக்கு கொடுத்த வாக்குத்தத்தம் நிறைவேறணும். നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവൃത്തീകരിക്കണം. அங்கிள் டிஜிஎஸ் கொடுத்து சொன்ன வாக்குத்தத்தம் நிறைவேறணும். അങ്കിൾ DGS കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം நீங்கள் നിവൃത്തീകരിക്കണം. சாக போவதில்லை. നിങ്ങൾ മരിക്കത്തില്ല. நாங்கள் ஊழியத்துக்கு போகிறோம். നാം മിനിസ്ട്രിക്ക് പോകും. கைகளை தட்டி கத்தர കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ஒரு 3 மணி நேரத்துக்கு மேல் தூங்கினேன். 3 മണിക്കൂർ അധികമായി ഉറങ്ങി.
எழுந்தால் ஒரு வலி எதுவுமே கிடையாது. എഴുന്നേറ്റപ്പോൾ ഒരു വേദനയുമില്ല. டாக்டர் கூப்பிட்டு, டாக்டர் வாங்க, ഡോക്ടറെ വിളിച്ച്, ഡോക്ടർ ബാ, என்ன உடனே டிஸ்சார்ஜ் பண்ணுங்க, എന്നെ ഉടനെ ഡിസ്ചാർജ് ചെയ്യണം. எனக்கு வலியெல்லாம் ஒண்ணுமில்ல, ரொம்ப ஃப்ரெஷ் ആയിட்டேன், എനിക്ക് വേദന ഒന്നുമില്ല, ഞാൻ ഫ്രഷ് ആയി. இயேசு சுகமாக்கி விட்டா. യേശു എന്നെ സൗഖ്യമാക്കി. அவர் சொன்னா, இருங்க இருங்க, ഡോക്ടർ പറഞ്ഞു, உங்க இஷ்டத்துக்கெல்லாம் அனுப்ப முடியாது, നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ വിടാൻ நாங்க പറ്റത്തില്ല. திரும்ப ஸ்கேன் எடுப்போம், വീണ്ടും സ്കാൻ എടുക്കും, திரும்ப செக் பண்ணுவோம், വീണ്ടും പരിശോധിക്കും, அதுக்கப்புறம் தான் உங்களை அனுப்புவோம். അതിനുശേഷമേ പോകാൻ പറ്റത്തുള്ളൂ. நடந்தது என்ன? வேகமா ஸ்கேன் எடுத்தாங்க. എന്താ സംഭവിച്ചത്? വേഗമായി സ്കാൻ എടുത്തു. அந்த ரிப்போர்ட்டை எடுத்து பார்த்தார்கள். ആ റിപ്പോർട്ട് എടുത്തു നോക്കി. அவர்கள் கத்திக்கொண்டே ஓடி வந்தார்கள். അവർ ഒച്ചത്തിൽ സംസാരിച്ചു കൊണ്ടുവന്നു. അവർ ശബ്ദമുണ്ടാക്കി കൊണ്ടുവന്നു. மெடிக்கல் மிராக்கிள். ഇതൊരു മെഡിക്കൽ മിറാക്കിൾ ആണ്. இது ஒரு மருத்துவத்திலே சவால் விடுகிற ஒரு அற்புதம். വൈദ്യശാസ്ത്രത്തിന് അത് നിരൂപിക്കുവാൻ കഴിയാത്ത ഒരു മഹാ நீங்கள் வந்து അത്ഭുതമാണ്. சேரும் பொழுது 6 கல் உங்களுடைய அடப்பையில் இருந்தது, உங்களுக்கு யூரினரி ட்ராக்ல இருந்தது. നിങ്ങൾ വന്നപ്പോൾ 6 കല്ല് അവിടെ ഉണ്ടായിരുന്നു. இப்பொழுது ஒன்றுமே இல்லை. ഇപ്പോൾ ഒരു കല്ല് പോലും അവിടെ ഇല്ല. மாயமாய் மறைந்து போய் എല്ലാം മറഞ്ഞിരിക്കുന്നു. 2005ஆம் ஆண்டு வந்த அந்த யூரினரி இன்ஃபெக்ஷன், யூரினரி கல் வியாதி, அது போன்ற எந்த பெரிய வியாதியும் இன்றைக்கும் வரைக்கும் எனக்கு வரவில்லை. இன்றைக்கு வருஷம் 2025 முடிஞ்சு 2026. 2005 വന്ന ആ മൂത്രത്തിലെ കല്ല് ഇപ്പോൾ 2026 ഇതുവരെ എന്റെ ശരീരത്തിൽ വന്നിട്ടില്ല. അത് മാറിപ്പോയി. வருவதில்லை, இனிமேலும் வரப்போவதில்லை, ഇനിയും വരത്തില്ല. അത് പൂർണ്ണമായി മാറി. இன்றைக்கு இரவு சிறுநீரக வியாதியோடு, கிட்னி வியாதியோடு பாதிக்கப்பட்டு இருக்கிறீர்களா? நீ மனவாட்டியாய், பரலோகத்தின் பிள்ளையாய், நித்திய ஜீவனை சுதந்தரிக்கும்படி எழுந்து புறப்பட்டு வா. ഈ രാത്രിയിൽ നിങ്ങൾ ആമേൻ ഹല്ലേലൂയ കിഡ്നി സംബന്ധമായ രോഗത്തോടു കൂടി ഇരിക്കുന്നു, നിത്യ രാജ്യം പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് വാ. இன்றைக்கு இயேசு சுகமாக்குகிறார். ഇന്ന് രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്ക്. வியாதியை சுகமாக்கு. നിന്റെ രോഗത്തെ സൗഖ്യമാക്ക്. அதை விட உன் ஆத்துமாவை சுகமாக்கு. അതിനേക്കാൾ ശ്രേഷ്ഠമായത് നിന്റെ ആത്മാവിനെ நீங்கள் சொல்லுவீர்கள், எனக்கு இந்த உலகம் வேண்டாம், നിങ്ങൾ ഇനി எனக்கு പറയും, பரலோகம் ഈ வேண்டாம், ലോകം എനിക്ക് വേണ്ട, സ്വർഗ്ഗ രാജ്യം എനിക്ക് മതി. நீ துக்கமுகமாய் திரும்பி போ. നീ ദുഃഖ മുഖത്തോട് തിരിഞ്ഞു പോകരുത്. ஹalleluya. ഹല്ലേലൂയ. இன்றைக்கு இரவே ഈ രാത്രിയിൽ மோட்சமா நரகமா என்று நீ தீர்மானிக்க. ഓ സ്വർഗ്ഗ രാജ്യം വേണം, നരകം വേണമെന്ന് തീരുമാനിക്കണം. என் அன்பு சகோதரனே, എന്റെ പ്രിയ என் സഹോദരനെ, என் அன்பு திருச்சபை மக்களே, എന്റെ പ്രിയ സഭയിലെ ദൈവമക്കളെ, இப்பொழுது இருக்கிறது சின்ன பரிசுத்தத்தை வைத்துக் கொண்டு பரலோகத்துக்கு போக முடியாது. ഇപ്പോൾ ഉള്ള ആ ചെറിയ വിശുദ്ധ ജീവിതം വച്ചിട്ട് സ്വർഗ്ഗ രാജ്യത്തിലേക്ക് പോകാൻ மரணமே நேரிடுகிறதா இருந்தால், മരണം സംഭവിച്ചാലും நாங்கள் பிசாசை வணங்க மாட்டோம். ഓ ഞങ്ങൾ സാത്താനെ ആരാധിക്കത്തില്ല. உலகத்துக்கு ஒத்த வேஷம் தரிக்க மாட்டோம். ലോകത്തിന് ഞങ്ങൾ അനുരൂപമാകത്തില്ല. வீட்டுக்கு சென்று எபிரேயர் 11 வாசி. വീട്ടിൽ ചെന്ന് എബ്രായ ലേഖനം 11 അധ്യായം വായിക്കണം. நீங்கள் இந்த காரியத்தை நம்பித்தான் ஆக வேண்டும். നിങ്ങൾ ഈ കാര്യത്തെ വിശ്വസിച്ചാകണം. நாங்கள் காரில் போய் மன்னார்குடியில் இறங்குகிறோம். ഞങ്ങൾ കാറിൽ ചെന്ന് മന്നാർകുടി എന്ന് പറയുന്ന ദേശത്തെത്തി. அங்க இருக்கிற பெரிய சிஎஸ்ஐ ஆங்கிலிக்கன் திருச்சபை வாசல்ல ഞങ്ങൾ അവിടെ ஒரு கணவன் மனைவி படம் பொறிக்கப்பட்டிருந்தது. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ ആ ചർച്ചിന്റെ വാതിൽക്കൽ ഗേറ്റിൽ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ഫോട്ടോ അവിടെ വെക്കപ്പെട്ടിരിക്കുന്നു. நான் அப்படி அதிர்ச்சியானே. ഞാൻ അത് കണ്ട് ആശ്ചര്യപ്പെട്ടു. எனக்கு சொப்பனத்திலே வா வா என்று கூப்பிட்ட அதே கணவன் மனைவியின் உருவம் அந்த சர்ச்சிலே அவர்கள் அங்க எழுதி வைத்திருந்தார்கள், வரைந்து வைத்திருந்தார்கள். ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ സായിപ്പിന്റെയും മാതാവിന്റെയും ഫോട്ടോയാണ്. അവരാണ് എന്നെ വാ വാ എന്ന് വിളിച്ച് അവരുടെ ഫോട്ടോ അവരുടെ ചുവരിൽ വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. அவர்கள் யார் தெரியுமா? അവരാരാന്നറിയാമോ? வெளிநாட்டில் இருந்தவர்கள், വിദേശത്തിലായിരുന്നവർ, படகு செய்கிற கம்பெனி வைத்திருந்தவர். അവർ ബോട്ട് ചെയ്യുന്ന കമ്പനി വെച്ചിരുന്നു. இயேசு அவர்களோடு பேசினார். യേശു അവരോട് സംസാരിച്ചു. என்னுடைய ஜனங்கள் வாழ்கிற இந்தியாவுக்கு போ, എന്റെ ജനം വസിക്കുന്ന ഇന്ത്യയിലേക്ക് നീ പോകണം, அங்க போய் கல்வியை கொடு, അവിടെ പോയി വിദ്യാഭ്യാസം കൊടുക്കണം, அங்க போய் ஆலயத்தை கட்டுன்னு അവിടെ சொன்னார். പോയി ആലയം കെട്ടണം. தன்னுடைய தொழிற்சாலை, வீடு எல்லாவற்றையும் விற்று காசாக்கி எடுத்துக்கொண்டு கப்பல்ல வந்தார். തങ്ങളുടെ ഫാക്ടറി, തങ്ങളുടെ സ്വത്ത് എല്ലാം വിറ്റ് കാസാക്കിക്കൊണ്ട് പണമാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് അവർ കടന്നു വന്നു. அவர்கள் அங்கே கிட்டத்தட்ட 200 ஏக்கர்
நிலத்திலே பெரிய பள்ளிக்கூடம் கட்டி இருக்கிறார்கள். கைகளை தட்டி கத்தரை അവർ വന്ന് 200 acres 200 ഏക്കർ സ്ഥലം മേടിച്ച് അവിടെ വലിയ സ്കൂളും ആലയങ്ങളും പണിതിട്ടുണ്ട്. வெளிநாட்டில் இருக்கிறவனுக்கு ஏன் அந்த உணர்வு? വിദേശത്തായിരുന്ന ആ സായിപ്പ്മാർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉണർവുണ്ടായി? ஏன் அந்த உணர்வு? എന്തുകൊണ്ടാണ് അങ്ങനെ? அவர்களுக்கு பரலோக சிந்தனை இருந்தது. അവർക്ക് നിത്യതയെ കുറിച്ച് സ്വർഗ്ഗ രാജ്യത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു. நித்திய ஜீவனை குறித்த அறிவு இருந்தது. നിത്യ ജീവനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. நான் மட்டும் மோட்சத்துக்கு போனால் போதாது, ഞാൻ മാത്രം നിത്യ രാജ്യത്തിൽ പോയാൽ പോരാ, எல்லாரும் வர வேண்டும். എല്ലാരും വരണം. என் எதிரி கூட நரகத்துக்கு போக கூடாது. എന്റെ ശത്രു പോലും നരകത്തിൽ പോകരുത്. ஹalleluya. கைகளை தட்டி കരകളെ തട്ടി ഹല്ലേലൂയ. ஊழியங்கள் எப்படி மாறிக்கொண்டிருக்கிறது? ഇന്നത്തെ ദൈവ വേലകൾ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? ஊழியத்தை வைத்து ദൈവ எஸ்டேட், ദൈവ വേല വലിയ ബംഗ്ലാവ്, എസ്റ്റേറ്റ് யாருக்கு கொண்டு போக போகிறீர்கள்? ആർക്കാണ് കൊണ്ടുപോകുവാൻ പോകുന്നത്? இயேசு கொடுத்ததை இயேசுவுக்கு கொடுக்காமல் வைத்திருக்கிறது பாவம். യേശു നൽകിയതിനെ യേശുവിന് വേണ്ടി ചെലവ് ചെയ്യാതെ വച്ചിരിക്കുന്നത് പാപം. இன்றைக்கு இரவு ഈ രാത്രിയിൽ மனம் திரும்புவோமா? മാനസാന്തരപ്പെടുക. உங்களுக்கு என்று கொஞ்சத்தை வைத்துக் கொள்ளுங்க. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വെച്ചുകൊള്ളുക. பிள்ளைகளுக்கு என்று கொஞ்சத்தை നിങ്ങളുടെ வைத்துக் മക്കൾക്ക് വേണ്ടി കുറച്ച് വെക്കുക. ஐயா, ஒரு 50% வைத்துக் கொள்ளுங்க. 50% വേണമെങ്കിൽ പോലും നിങ്ങൾ വെച്ചുകൊള്ളുക. இது 50% ஆகிலும் கர்த்தருடைய ஊழியத்திலே வந்த காணிக்கை கர்த்தருக்கு செலவிடக் கூடாதா? ബാക്കി 50% ദൈവത്തിന് വേണ്ടി ലഭിച്ച നന്മയെ ദൈവവേലയ്ക്ക് വേണ്ടി ചെലവ് ചെയ്യരുതോ? இன்றைக்கு இரவு ഈ രാത്രിയിൽ ஒரு தீர்மானம் எடுப்போம். ഒരു തീരുമാനം എടുക്കണം. அப்படி தீர்மானம் எடுக்காதவர்களுக்கு தான் சிக்ஷை, உபத்திரவம், கோர்ட் கேஸ், பிள்ளைகள் டைவர்ஸ் என்று வருகிறது. അങ്ങനെ തീരുമാനം എടുക്കാത്തവർക്കാണ് ഉപദ്രവങ്ങളും കഷ്ടതകളും ശിക്ഷകളും ഡൈവേഴ്സും കോർട്ട് കേസുകളും രോഗങ്ങളും കഷ്ടതകളും കടന്നു വരുന്നത്. உடனே இந்த மகா பரிசுத்தவான்கள் சொல்லிவிடுகிறார்கள், ഉടനെ ഈ വിശുദ്ധന്മാർ പറയുന്നു, யாரோ எனக்கு செய்வன செஞ்சிட்டான், ആരോ എനിക്ക് അവൻ ആഭിചാരം ചെയ്തിരിക്കുന്നു, யாரோ என் பிள்ளைக்கு சூனியம் வச்சிட்டான், ആരോ എന്റെ മക്കൾക്ക് ആഭിചാരം ചെയ്തിരിക്കുന്നു, அதனாலதான் என் குடும்பத்துல இவ்வளவு பிரச்சனை, അതുകൊണ്ടാണ് എന്റെ കുടുംബത്തിൽ ഇങ്ങനെ കഷ്ടത, அதனாலதான் என் பிள்ளை தரிகட்டு போயிட்டான், എന്റെ അതുകൊണ്ടാണ് എന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയത്. ഇല്ല, நீ ரட்சிக்கப்பட்டவன், നീ മാനസാന്തരപ്പെട്ടവൻ, நீ தேவனுடைய பிள்ளை, ദൈവത്തിന്റെ நீ മക്കൾ, ஆவிக்குரியவன், നീ ആത്മീകനാണ്, இயேசு ரத்தத்தினால் ஞானஸ்நானப்பட்டவன், യേശുവിൻ രക്തത്താൽ കഴുകപ്പെട്ടവൻ, அபிஷேகப்பட்டவன், അഭിഷേകം പെറ്റവൻ. அப்படி என்றால் மற்றவர்கள் செய்கிற செய்வனை எப்படி உன்னை பாதிக்கும்? അങ്ങനെ இயேசு தூங்க போனாரா? അങ്ങനെയെങ്കിൽ മറ്റവർ ചെയ്യുന്ന ആവിചാര ക്രിയ നിന്നെ ബാധിക്കുമോ? നിന്റെ യേശു എന്താണ് ഉറങ്ങിക്കൊണ്ടാണ് വരുന്നത്? இயேசு உறங்கிக்கொண்டிருக்கிறாரா என்று கேட்கிறேன். യേശു ഉറങ്ങിക്കൊണ്ടാണ് വരുന്നത്. இயேசு துக்கத்தோடு கையை கட்டிக்கொண்டிருக்கிறார். என் பிள்ளைக்கு நித்திய ஜீவனை குறித்த உணர்வில்லையே. ദുഃഖത്തോട് കൈകെട്ടിക്കൊണ്ട് നിൽക്കുന്നു. എന്റെ മക്കൾക്ക് നിത്യ ജീവനെ കുറിച്ചുള്ള ബോധമില്ലല്ലോ, அவர்களுக்கு அந்த அக்கறை இல்லையே, അവർക്ക് ആ ഉണർവില്ലല്ലോ. அப்படி என்றால் அவன் கஷ்டப்பட்டு வரட்டும். അങ്ങനെയെങ്കിൽ അവൻ കഷ്ടം സഹിക്കട്ടെ. அவர்கள் அநியாயம் செய்கிறவன் இன்னும் அநியாயம் செய்யட்டும், അന്യായം ചെയ്യുന്നവൻ, അനീതി ചെയ്യുന്നവൻ, பரிசுத்தமாகிறவன் இன்னும் பரிசுத்தமாக, വിശുദ്ധമാകുന്നവൻ ഇനിയും വിശുദ്ധനാകട്ടെ, தியாகம் செய்கிறவன் தியாகம் செய்யட்டும், ത്യാഗം ചെയ്യുന്നവൻ ത്യാഗം ചെയ്യട്ടെ. நான் அவனவனுடைய கிரியைகளுக்கு தக்க பலனோடு கூட மேகங்கள் நடுவே வருகிறேன். അവനവന്റെ കൈയുടെ ക്രിയയ്ക്ക് പ്രവർത്തിക്ക് അനുസരിച്ചുള്ള പ്രതിഫലത്തോടുകൂടെ ഞാൻ മേഘങ്ങളിൽ കടന്നു വരുന്നു. கைகளை தட்டி கர்த்தரை ஸ்தோத்திரிப்போம். കരം തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. தட்டி கர்த்தரை കരങ്ങൾ ஸ்தோத்திரிப்போம். അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. உணர்வற்ற ஜீவியம் உன்னை நரகத்துக்கு கொண்டு போய்விடும். ഉണർവില്ലാതെ ജീവിതം നിന്നെ നാശത്തിലേക്ക്, നരകത്തിലേക്ക് കൊണ്ടുപോകും. உணர்வற்ற ஜீவியம் நிரந்தரமாய் உன்னை துக்கப்படுத்த வைத்து விடும். ഉണർവില്ലാതെ ജീവിതം നിത്യമായി നിന്നെ വേദനയിലേക്ക് കൊണ്ടുപോകും. அதனால தான் அநேக கிறிஸ்தவர்கள் അതുകൊണ്ടാണ് അനേക ക്രിസ്ത്യൻ கடைசி காலத்துல மூச்சு விட முடியாதபடி கேன்சர்னால் கஷ்டப்பட்டு, അന്ത്യകാലത്ത് ശ്വാസം വലിക്കുവാൻ കഴിയാതെ ക്യാൻസർ, பயங்கரமான காதிலும் ரத்தத்திலும் மூக்கிலும் ரத்தம் வந்து, ചെവിയിൽ കൂടെ മൂക്കിൽ കൂടെ രക്തം വന്നു. ஐயோ எனக்கு மரணம் வராதா, അയ്യോ എനിക്ക് മരണം വരത്തില്ലയോ? பாஸ்டர் எனக்காக ஜெபம் பண்ணுங்க, என் புருஷனுக்காக ஜெபம் பண்ணுங்க, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ ഭർത്താവിന് വേണ്ടി அவர் പ്രാർത്ഥിക്കണം. படுற பாடம் என்னால தாங்க முடியல, അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടത എനിക്ക് அவர் സഹിക്കുവാൻ நிம்மதியா சாகட்டும், അദ്ദേഹം അത് സമാധാനത്തോടെ മരിക്കട്ടെ, அந்த உயிர் சமாதானத்தோடு போகட்டும். അദ്ദേഹത്തിന്റെ ജീവൻ സമാധാനത്തോട് പോകട്ടെ. அழுகிறவர்கள் எத்தனை பேர்? എത്ര പേർ കരയുന്നുണ്ട്? அழுகிறவர்கள் எத்தனை பேர்? എത്ര പേർ കരയുന്നുണ്ട്? இன்றைக்கு இரவு மனம் திரும்ப, ഈ രാത്രിയിൽ മാനസാന്തരപ്പെടുക.
நித்திய ஜீவனுக்காக നിത്യ ജീവന് വേണ്ടി வேலை செய்வோம். പ്രവർത്തിക്കണം. இன்னொரு மனுஷரை காண்பித்து நான் முடிக்கிறேன். മറ്റൊരു മനുഷ്യനെ കൂടെ കാണിച്ച് ഞാൻ லூக்காவின் புத்தகம் 16ஆம் அதிகாரத்திற்கு வாருங்கள். ലൂക്കാ സുവിശേഷം 16ആം അധ്യായത്തിലേക്ക് அங்கு കടന്നു. ஐஸ்வர்யவானாகிய ஒரு மனுஷனை குறித்து 19ஆம் வசனம் தொடங்கி எழுதப்பட்டிருக்கு. അവിടെ ധനവാനായ ഒരു മനുഷ്യനെ കുറിച്ച് 19ആം വാക്യം മുതൽ പറയപ്പെടുന്നു. Luke chapter 16:19 onwards. ലൂക്കാ സുവിശേഷം 16ആം അധ്യായം 19 മുതൽ. ஒரு மனுஷன் ஐஸ்வர்யவானாக இருந்தான். அவன் இரத்தாம்பரம் விலையேறப்பட்ட வஸ்திரம் தரித்தவனாக இருந்தான். அனுதினமும் சம்பிரமாய் வாழ்ந்தான். ധനവായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ அனுதினமும் comfortable sophisticated life. 19 അവൻ ധൂമ്രവസ്ത്രവും പട്ടും ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. என் அன்புக்குரியவர்களே, എനിക്ക് പ്രിയപ്പെട്ടവരെ, அதற்கு அடுத்த வசனம் சொல்கிறது, അതിന്റെ അടുത്ത വാക്യം പറയുന്നു, லாசர் என்கிற ஒரு மனுஷன் இருந்தான். ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ, அவன் உடம்பெல்லாம் புண்கள், വ്രണം നിറഞ്ഞവനായി. அவனுக்கு ஒரு ஆசை, അവനൊരു ആഗ്രഹം. அவன் ஆசைப்பட்டான். അവൻ എന്താണ് ആഗ്രഹിച്ചത്? இந்த பணக்காரனுடைய வீட்டிலிருந்து விழுகிற കുപ്പയിലിருந்து വിളുകിற സാപ്പാട്ടെ ആകിലും എനിക്ക് തരുവാர்கள். ആ ധനവാന്റെ വീട്ടിൽ നിന്ന് വീഴുന്ന ആ കുപ്പയിൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ നുറുക്കുകൾ എനിക്ക് തിന്നാൻ തരുമോ? ആ വേസ്റ്റായി പോകുന്ന ആഹാരം എനിക്ക് யாராவது பக்கத்தில் வந்து தர மாட்டார். എനിക്ക് ആരെങ്കിലും അടുത്ത് വന്ന് തരത്തില്ലയോ? ஏனென்றால் அவனுக்கு கை வேலை செய்யவில்லை, கால் வேலை செய்யல, അവന്റെ കൈ പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല, അവന്റെ കാല് പ്രവർത്തിക്കുവാൻ சாப்பாடை ஊட்டிவிட ஒருவனும் இல்லை, അവന് ആഹാരം വായി കൊടുക്കുവാൻ ആരുമില്ല. ஒரு மனுஷனும் வந்து அவனை ஆறுதல் படுத்தவில்லை, ഒരു മനുഷ്യനും വന്ന് അവനെ ആശ്വസിപ്പിച്ചില്ല. ஐயா எப்படியா இருக்க, എങ്ങനെ ഇരിക്കുന്നു, எப்படி சாப்பிட்ட, എങ്ങനെയാണ് ஏப்பா இங்க வந்து ஐஸ் பணக்கார வீட்டு முன்னாடி படுத்து கிடக்க, എന്തുകൊണ്ടാണ് ഈ ധനവാന്റെ വീട്ടിന്റെ മുൻപിൽ വന്ന് കിടക്കുന്നത്? why are you suffering? എന്താണ് നീ വേദന நான் അനുഭവിക്കുന്നത്? உனக்கு ஒரு வாய் சோறு போட்டட்டும், ഞാൻ നിനക്ക് ഒരു വായി ആഹാരം തരട്ടെ. ஒருவரும் வரவில்லை, ആരും വന്നില്ല, ஒருத்தியும் வரவில்லை, ഒരു സഹോദരി പോലും വന്നില്ല, ஒருவன் சொந்தக்காரன் வரவில்லை, ഒരു ബന്ധുക്കൾ വന്നില്ല. கடவுள் என்ன செய்தார் தெரியுமா? ദൈവം എന്താണ് ചെയ്തത്? அந்த தெருவில் இருந்த நாய்களை அனுப்பினார். ആ തെരുക്കളിൽ ഉണ്ടായിരുന്ന നായ്കളെ ദൈവം അയച്ചു. அந்த நாய்கள் வந்து ആ നായ്കൾ വന്ന് அவனை கடித்து குதறவில்லை, അവനെ കടിച്ചില്ല. நீங்கள் நிறைய செய்தி பார்த்திருப்பீங்க, சிறு பிள்ளைகளை நாய் கடித்தது, ரோட்ல போனவர்களை நாய் கடித்தது என்று சொல்லி. നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് കൊച്ചു പിള്ളാരെ പട്ടി കടിച്ചെന്ന്. இங்கு வேதம் சொல்கிறது, എന്നാൽ ഇവിടെ ദൈവവചനം அந்த പറയുന്നു, நாய்கள் வந்து அவனை நக்கி அவனை தேற்றியது. ആ നായ്കൾ വന്ന് അവനെ നക്കി ആശ്വസിപ്പിച്ചു. நீங்கள் பெட் அனிமல் வீட்டில் நாய்கள் வளர்த்தால் தன்னுடைய அன்பை இந்த நாய்கள் வந்து என்ன செய்யும் தெரியுமா? உங்களை நக்கி நக்கி உங்கள் மடியிலே படுத்துக்கொள்ளும். നിങ്ങൾ വീട്ടിൽ മൃഗമായി ഒരു നായ വളർത്താൽ അത് നിങ്ങളെ വന്ന സ്നേഹത്തോടെ അത് നക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കൈകളെ തട്ടി കർത്തരെ മഹിമപ്പെടുത്തുക, കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താൽ. ഓ ഐശ്വര്യമുള്ള മനുഷ്യനെ, ധനവാനായ മനുഷ്യനെ, ഓ சுத்தமுள்ள மனுஷனே, ഓ ശുദ്ധമുള്ള മനുഷ്യനെ, യേശുവിൻ നാമത്തിൽ വേദത്തെ തൂക്കി ഇരിക്കുന്ന മനുഷ്യനെ, മനുഷ്യയെ, യേശുവിന്റെ നാമത്തിൽ ബൈബിൾ കരത്തിൽ എടുത്തിരിക്കുന്ന മനുഷ്യനെ, മനുഷ്യയെ, പക്കത്തിൽ ഒരു ഏഴയ ആണ്ടവർ வைத்திருப்பார். നിന്റെ അടുത്ത് ഒരു ദരിദ്രനെ ദൈവം വെച്ചിരിക്കും. അടിക്കടി വേലയ്ക്ക് പോകുന്ന തെരുവിലെ ഒരു പിച്ചക്കാരൻ ഉட்கார்ந்திருப்பான். നീ വേലയ്ക്ക് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ഒരു പിച്ചക്കാരൻ അവിടെ ഇരിക്കും. നിങ്ങൾ என்ன சொல்லி போகிறீர்கள்? നിങ്ങൾ എന്താണ് പറഞ്ഞിട്ട് പോകുന്നത്? ഇത് ആർ ചെയ്ത പാപമോ? ഇത് ആര് ചെയ്ത പാപമോ? അവൻ തായ് ചെയ്ത പാപമോ? താപ്പ ചെയ്ത പാപമോ? അവന്റെ അമ്മ ചെയ്ത പാപമോ? അപ്പൻ ചെയ്ത പാപമോ? ഇവൻ ചെയ്ത പാപമോ? ഇത് അവൻ ചെയ്ത പാപമോ എന്ന് ന്യായം തീർത്ത് പേശിവിട്ട് എന്ന് ന്യായം വിധിച്ചു കൊണ്ടുപോകുന്നു. ഒരു നാളും രക്ഷിക്കപ്പെട്ടവൾ அப்படி ചെയ്യാൻ, ഒരു നാളും രക്ഷിക്കപ്പെട്ട ദൈവ മക്കൾ അങ്ങനെ പറയരുത്. അവനുക്കാக ஜெபம் பண்ணுங்க, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. நீங்கள் அவனுக்கு ஒரு சாப்பாடை வாங்கி அவன் கையிலே கொடு. നിങ്ങൾ ഒരു പൊതി ചോറ് മേടിച്ച് ആഹാരം മേടിച്ച് അവന്റെ കൈ കൊടുക്കുക. கைகளை തട്ടി കർത്തരെ മഹിമപ്പെടുത്തുക. കരകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ஏன் இந்த ஏழைகளை கர்த்தர் வைத்திருக்கிறார்? എന്തുകൊണ്ടാണ് ദരിദ്രരെ ഈ ലോകത്തിൽ ദൈവം വച്ചിരിക്കുന്നത്? ஏன் இந்த பிச்சை எடுக்கிற மக்களை கடவுள் வச்சிருக்கிறார்? എന്തുകൊണ്ടാണ് പിച്ചക്കാരെ ഈ ലോകത്തിൽ ദൈവം വച്ചിരിക്കുന്നത്? எதற்காக? എന്തിനാണ്? உங்களை சோதிப்பதற்காக, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന്, உங்களுக்கு நன்றி உணர்வு வர வேண்டும் என்பதற்காக, നിങ്ങൾക്ക് നന്ദി ഉണർവ് വരണമെന്നുള്ളതിന് വേണ്ടി. இவனை போல நான் இருந்தால் என்ன செய்யட்டும்? என்னை கடவுள் நல்ல சுகமா வச்சிருக்கிறார். ഇവനെ പോലെ ദൈവം എന്നെ ആക്കിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ സുഖത്തോടെ ദൈവം നടത്തുന്നില്ല. உங்களுக்கு நன்றி வருவதற்காக, നിങ്ങൾക്ക് നന്ദി ബോധ്യം വരണം. தட்டி கர்த்தரை சோதனை, കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. கை காலை கொடுத்ததுக்காக, നിനക്ക് നല്ല കൈ കാലുകളെ ദൈവം തന്നതുകൊണ്ട്, நல்ல சிந்தனையை கொடுத்ததுக்காக, നല്ല ബുദ്ധിയെ ദൈവം நல்ல തന്നതുകൊണ്ട്, கணவன் மனைவியை கொடுத்ததுக்காக, നല്ല ഭാര്യയെ ഭർത്താവിനെ ஒரு തന്നതുകൊണ്ട്, அருமையான
சபையை ஆராதிக்க ഒരു கொடுத்ததுக்காக നല്ല கைகளை സഭയെ தட்டி. ആരാധിക്കുവാൻ തന്നതുകൊണ്ട് കരകൾ അടിച്ച് Hallelujah. ഹല്ലേലൂയ. റബശകല ബദല റികബല ഭര ശന്തല റിയദന. ஆனா தேவனுடைய மனுஷனே மனுஷியே, ദൈവ മനുഷ്യനെ മനുഷ്യയെ, நீ ஆலயத்தையும் தீட்டுப்படுத்துகிறாய், നീ ദൈവ സഭയെ അശുദ്ധമാക്കുന്നു, உன்னுடைய உடம்பையும் നിന്റെ தீட்டுப்படுத்துகிறாய். ശരീരത്തെ അശുദ്ധമാക്കുന്നു. ஆண்டவர் நான் நினைக்கிறதெல்லாம் தருகிறார் என்று நீ சம்பரமாய் கொழுத்து, நீ செலுத்து பெருமையிலும் அகந்தையிலும் அப்படியே ஒரு லுக்கு விட்டு கொண்டு நடக்கிறான். ഓ, നീ ആഗ്രഹിച്ചെല്ലാം ദൈവം നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് നീ തിന്ന് കൊളുത്തിട്ട് നീ അഹങ്കാരത്തോട് നടക്കുന്നു. கர்த்தர் இப்பொழுது நீ அனுபவிக்கிற ஒவ்வொன்றும் கர்த்தர் உனக்கு போட்ட பிச்சை. നീ ഇന്ന് അനുഭവിക്കുന്ന സകലതും ദൈവം നിനക്ക് നൽകിയ ദാനം. உன் தாய் விட்ட கண்ணீர், നിന്റെ അമ്മ വടിച്ച കണ്ണീർ, உன் தகப்பன் விட்ட கண்ணீர், നിന്റെ അപ്പൻ വടിച്ച കണ്ണീർ, உன்னுடைய ஆவிக்குரிய தகப்பன் போதகர் விட்ட கண்ணீர், നിന്റെ ആത്മിക പിതാവായ ദൈവദാസൻ നിനക്ക് വേണ്ടി കരഞ്ഞത്. மனம் திரும்ப, മാനസാന്തരപ്പെടുക. வஸ்திரத்தை அல்ல, വസ്ത്രത്തെ അല്ല, இருதயத்தை கிழித்து, ഹൃദയത്തെ കീറിക്കൊണ്ട്, இருதயத்தை கிழித்து ഹൃദയത്തെ കീറി മനസാന്തരപ്പെടുക. பால் பாக்கெட்டை கடையில வாங்கிடலாம். பால் பாக்கெட், மில்க் பாக்கெட், யூ கேன் பை மில்க் பாக்கெட் இன் ஸ்டோர். ഓ, പാൽ കുപ്പി പാലോട് കൂടെ കടയിൽ നിന്ന് വാങ്ങാം. அரிசியை வாங்கி விடலாம், അരി കടയിൽ നിന്ന് വാങ്ങാം. எல்லா பொருளையும் வாங்கிடலாம். എല്ലാ സാധനങ്ങളെയും വാങ്ങിക്കാം. நித்திய ஜீவனை நீ எங்கு போய் வாங்கும்? നിത്യജീവൻ എവിടെ ചെന്ന് മേടിക്കും? ஹல்லேலூயா. ഹല്ലേലൂയ. இதை நீங்கள் நினைத்தால் போதும், ரட்சிப்பு தானாய் வரும். If you have a memory about salvation, you will automatically ഓ, മാനസാന്തരപ്പെട്ടതിനെ ഓർക്കുക, നിത്യജീവനെ കുറിച്ച് ഓർത്ത് ജീവിക്കുക, നിത്യജീവൻ പ്രാപിക്കുവാൻ நித்திய കഴിയും. ஜீவனை தானாக கர்த்தர் உன் ஆவியிலே அனுப்புவார். ഓ, നിത്യജീവനെ ദൈവം നിന്റെ ആത്മാവിൽ സ്വയമായി ദൈവം അയക്കും. இந்த ஐஸ்வர்யவானுக்கு அதை பற்றி கவலையே இல்லை. ഈ ധനവാന് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയേ ഇല്ല. இந்த பைபிள்ல ஐஸ்வர்யவான் தான் போட்டிருக்கு. ഈ വേദപുസ്തകത്തിൽ ധനവാൻ എന്നാണ് அவன் ഇട്ടിരിക്കുന്നത്. பேர் போடப்படல, അവന്റെ പേര് പറഞ്ഞിട്ടില്ല, அவன் ஊர் பேர் போடப்படல, അവന്റെ നാട് പറഞ്ഞിട്ടില്ല. ஆனா லாசருவை மட்டும் பேர் போட்டிருக்கிறார். എന്നാൽ ലാസറുവിനെ പേരെഴുതിയിരിക്കുന്നു. എന്തുകൊണ്ട്? லாசர் தான் முன்குறிக்கப்பட்டவன், அவன் தான் பரலோக வாசி, அவன் தான் நித்திய ஜீவனை உடையவன். ഓ, ലാസറാണ് മുൻ നിർണയിക്കപ്പെട്ടവൻ, അവൻ നിത്യ ജീവനെ ആഗ്രഹിച്ചവൻ, അവനാണ് സ്വർഗരാജ്യത്തിന്റെ അവകാശി. தேவனுடைய மனுஷனே மனுஷியே, வாலிப பிள்ளையே, நீ எவ்வளவு அழகா இருந்து நீ எவ்வளவு பெரிய காரியம் செஞ்சாலும் தேவனுடைய பிள்ளையாய் இருக்கவில்லை என்றால் ஜீவ புஸ்தகத்தில் உன் பெயர் இருக்காது, இருக்காது, இருக்காது. പ്രിയമനക്കാരെ, സഹോദരനെ, സഹോദരിയെ, നീ സൗന്ദര്യമുള്ളവനായിരിക്കാം, ഒരുപാട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്യാം, നിനക്ക് പേര് പുകഴ്ചകളിലെ ലോകത്തിൽ ഉണ്ടാകാം. എന്നാൽ നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നില്ല എങ്കിൽ നിത്യജീവൻ നിനക്ക് ഇല്ല. நீ பிசாசை துரத்தலாம், அந்நிய பாஷை பேசலாம், எல்லாம் செய்யலாம், ஆனால் தேவனுக்கு பிரியமான தேவ சித்தத்தை செய்யவில்லை என்றால் கர்த்தராகிய தேவன் நான் உன்னை அறிய. നീ ഭൂതങ്ങളെ പുറത്താക്കാം, അന്യഭാഷ പറയാം, എന്നാൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ചെയ്യുന്നില്ല എങ്കിൽ കർത്താവിനെ നോക്കി പറയും, എനിക്ക് നിന്നെ അറിയത്തില്ല, நான் உன்னை அறிய. എനിക്ക് നിന്നെ അറിയത്തില്ല. I gave so many chances to repent. ഇന്ന് രാത്രിയിൽ ദൈവം നൽകുന്ന അവസരം പാഴാക്കാതെ മാനസാന്തരപ്പെടണം. இன்றைக்கு இரவு உன்னை அழைக்க ഈ வந்திருக்கிறார். രാത്രിയിൽ ദൈവം നിന്നെ വിളിക്കുന്നു. இன்றைக்காலும் நெஞ்சிலும் ஆறிலும் அடித்துக்கொண்டு அப்பா என்னை நினைத்தருளும் என்று வருவாயா என்று கை நீட்டி ഈ அழைக்கிறார். രാത്രിയെങ്കിലും നിന്റെ ചങ്കിലടിച്ച് കരഞ്ഞ്, അപ്പാ ഞാൻ അങ്ങയുടെ അടുത്ത് വരുന്നെന്ന് കരയുമെന്ന് കർത്താവ് പ്രതീക്ഷിക്കുകയാണ്. இவனுக்கு சந்தர்ப்பம் கொடுக்கப்பட்டது, അവന് ഒരു അവസരം ദൈവം നൽകി. அவன் கேட்கவே இல்லை, അവൻ അനുസരിച്ചില്ല. அவனுக்கு சாபு வந்தது, അവന് മരണം വന്നു. பிரபலமாய் வால்போஸ்டர் ஒட்டி நோட்டீஸ் ஒட்டி அவனை அடக்கம் செய்தார். ഓ, അവന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം വലിയ വാൾ പോസ്റ്റുകൾ, ഫ്ലക്സ് എല്ലാം വച്ച് ചെയ്തു. ஆனால் அடுத்த நிமிஷம் அவன் கண் திறக்கிறான், ஒரு சொட்டு தண்ணீர் இல்லாத നരകം. എന്നാൽ അവൻ ആ ധനവാൻ മരിച്ചിട്ട് അവന്റെ കണ്ണും തുറന്നപ്പോൾ നരകത്തിൽ കിടക്കുന്നു, ഒരു തുള്ളി വെള്ളം അവന് ഇല്ല. என்ன நடந்தது? എന്നാ സംഭവിച്ചത്? தண்ணீர் கிடைக்கவில்லை, വെള്ളം കിട്ടിയില്ല. വേദന. இங்குதான் விசுவாசிகள் ஒரு காரியத்தை புரிந்து கொள்ள வேண்டும். ഇവിടെയാണ് ദൈവമക്കൾ, വിശ്വാസികൾ ഒരു കാര്യം മനസ്സിലാക്കണം. சரீரம் இல்லை, ശരീരമില്ല, there is no flesh body, അവിടെ ദേഹമില്ല. but he is knowing the agony of fire in എന്നാൽ hell. ശരീരമില്ല എങ്കിലും തീയുടെ
വേദന അവൻ അനുഭവിക്കുകയാണ്. தாகத்தின் வேதனை அனுபவிக்கிறான். ഓ, അവൻ പാപത്തിന്റെ വേദന അനുഭവിക്കുന്നു. தீயின் வேதனை அனுபவிக்கிறான். തീയുടെ വേദന അനുഭവിക്കുന്നു. இதுதான் உன்னுடைய ஆத்துமா. അതാണ് ആത്മാവ്. சிலர் கேட்கிறாங்க, ചിലർ ചോദിക്കുന്നു, மாமிச உடம்பு அங்க இல்லையே, அவனுக்கு எப்படி தாகம் எடுத்திருக்கும்? അവരുടെ ജഡ ശരീരമില്ലല്ലോ, പിന്നെ എങ്ങനെ അവന് ദാഹിക്കും? ஏன் நூதன உபதேசக்காரனே, കള്ള ഉപദേശക്കാരൻ. ஆத்துமாவுதான் உனக்கு உணர்வை கொடுக்கிறது. கைகளை தட்டி கர்த்தரை மகிமைப்படுத்து. ഉണർവിനെ നൽകുന്നത്. உங்களுக்காக நான் சொல்கிறேன், നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. சிலர் குடும்பங்களில் இப்படிப்பட்ட பிள்ளைகள் பிறக்கிறார்கள். ചില കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള മക്കൾ ജനിക്കുന്നു. ஆட்டிசம் பேபிஸ், ഓട്ടിസം ബാധിച്ച തലമുറ. தெய்வீக குழந்தைகள், ஸ்பெஷல் சைல்ட்ஸ் பிறக்கிறார்கள். സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറയുന്നു. என்ன நடக்கிறது? എന്താ സംഭവിക്കുന്നത്? மண்டை ஓடு இருக்கிறது, തലയോടിയുണ്ട്, மூளை இருக்கிறது, തലച്ചോറുണ്ട്, பிரைன் இருக்கிறது, തലച്ചോറുണ്ട്, கை கால் இருக்கிறது. കൈകാലുകളുണ്ട്. ஆனால் என்ன செய்யறோம் தெரியலையே, എന്ത് ചെയ്യുന്നെന്ന് അറിയുന്നില്ല. நடக்க முடியலையே, നടക്കാൻ കഴിയുന്നില്ല, ஸ்கூலுக்கு போக முடியலையே, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, அம்மா அப்பா சொல்றத கேட்க முடியலையே, അപ്പനും അമ്മയും പറയുന്നത് കേൾക്കുവാൻ டாய்லெட் பாத்ரூம் போக முடியலையே. ടോയ്ലറ്റിൽ എന്താ? வெறும் மாംசமும் ஆவியாகிய உயிரை வைத்துக் கொண்டு ஒன்று செய்ய முடியாது. ജഡത്തെ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. அங்கே இயற்கைக்கு மேற்பட்ட ஆத்துமா தேவ சாயலாய் இறங்கி அங்கு வேலை செய்ய வைக்க வேண்டும். அதுதான் உயிர், அதுதான் ஜீவன், அதுதான் ஆத்துமா. ആത്മാവ്, ആ ജീവൻ അകത്ത് കയറി പ്രവർത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതിന്റെ പേരാണ് ആത്മാവ്. Due to the grace of God, the brain should work properly according to the soul. Then the soul is commanding to each and every body of our God. ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മുടെ അകത്ത് ആത്മാവ് വന്നപ്പോൾ ഈ ദൈവത്തിന്റെ ആത്മാവിൽ തലച്ചോറും ശരീരമെല്ലാം പ്രവർത്തിക്കുന്നു. അത് ദൈവത്തിന്റെ കൃപയാണ്. അത് ശരീരം ഇരുന്നും വേസ്റ്റ് അല്ല എങ്കിൽ ശരീരമുണ്ടായിട്ട് പ്രവർത്തനമില്ല. അതിനാൽ താൻ വേദം ചൊല്ലുகிறது, പിള്ളകൾ കർത്തരാൽ ഉരുവാകും സുഗന്ധം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നു, മക്കൾ ദൈവം നൽകുന്ന അവകാശം. ഒരു ചിന്ന நீர்த்துளியை போல இருக்கிற உயிர் அணுவை வைத்து உன்னுடைய மனைவியின் வயிற்றிலே உன் குழந்தை எப்படி உருவாகிறது? உன் தகப்பனுடைய சிறிய உயிர் அணுவை வைத்து உன் தாயின் கருவிலே நீ எப்படி உருவானாய்? ഒരു ആമേൻ നീർത്തുള്ളി പോലിരിക്കുന്ന ആമേൻ ജീവന്റെ വിത്തിൽ നിന്ന് ആമേൻ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ അകത്ത് ഒരു കൊച്ച് എങ്ങനെയാണ് ഉൽപ്പത്തി ആകുന്നത്? മണ്ടൈ ഓട് ഉരുവാകുന്നത്, തല ഓട് ഉണ്ടാകുന്നു, കരൾ ഉണ്ടാകുന്നു, രക്തം ഉണ്ടാകുന്നു, ജീവൻ തുടിക്കുന്നത്, ജീവൻ തുടിക്കുന്നു. അതെവിടെ സ്വാപം ഉള്ളേ വരുന്നത്, അതിനേക്കാൾ അധികമായി സ്വാപമുള്ളേ വരുന്നു. കുടുംബത്തിൻ നേച്ചർ அப்படியே வருகிறது. ആ കുടുംബത്തിന്റെ സ്വഭാവമെല്ലാം അകത്ത് വരുന്നു. കുടുംബത്തിൻ സ്ട്രക്ചർ அப்படியே வருகிறது. ആ കുടുംബത്തിന്റെ ആ സ്ട്രക്ചർ വരുന്നു. അയ്യോ അപ്പനെ മാതിരി ഇരിക്കறானே, എന്താ അപ്പനെ പോലെ ഇരിക്കുന്നു? എങ്ക താത്താവെ പോലவே ഇരിക്കறானே, അപ്പച്ചനെ പോലെയാണ്. எப்படி சொல்கிறீர்கள்? എങ്ങനെയാണ് പറയുന്നത്? Who is creating? ആരാ സൃഷ്ടിച്ചത്? யார் அதை உருவாக்குனது? ആരാണ് അതിനെ സൃഷ്ടിച്ചത്? இதோ இங்க நாங்க பிரசங்கிக்கிற சர்வ வல்லவராம் இயேசு கிறிஸ்து எங்கும் எதிலும் இருக்கிற தெய்வம்தான் உன்னை தாயின் கருவிலே உருவாக்கினார். ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന കർത്താവായ യേശു എന്ന ഏക രക്ഷകനായ ദൈവമാണ് അമ്മയുടെ ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ച യഥാർത്ഥമായ സത്യ ദൈവം. இந்த தெய்வத்தின் சக்தி எங்கே என்று கேட்கிறாயே? ഈ ദൈവത്തിന്റെ ശക്തി എവിടെയെന്ന് നീ ചോദിക്കുന്നു. ഓ മനുഷ്യനെ ഉനക്ക് എவ்வளவு ധൈര്യം? ഓ മനുഷ്യനെ നിനക്ക് എന്ത് ധൈര്യം? എவ்வளவு ധൈര്യം ഉനക്ക്? എത്ര ധൈര്യം നിനക്ക്? Without the grace of God, ദൈവത്തിന്റെ കൃപയില്ലാതെ who will form you in your mother's womb? ഓ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ആരാണ് നിന്നെ ജനിപ്പിച്ചത്? ഇன்றைக்கு വரைக்கும் സുഖമായി ഇരിക്കறாயே, ഇന്ന് വരെ നീ സുഖത്തോടായിരിക്കുന്നു. சிறுபிள்ளையாய் இருந்தாய், வாலிப பருவமாய் வந்தாய், இன்னைக்கு கிழவனும் கிழவியுமாய் ഇരിക്കறாயே, உன்னை தூக்கி சுமந்தது யார்? നീ ചെറു പൈതലായിരുന്നു, യൗവനക്കാരനായി ഇന്ന് പ്രായമുള്ളവനായി മാറിയിരിക്കുന്നു. ചെറു വയസ്സ് മുതൽ നിന്നെ തൂക്കി ചുമന്നത് ആരാണ്? உன்னுடைய சபையா? നിന്റെ സഭയാണോ? உன்னுடைய உபதேசமா? നിന്റെ ഉപദേശമാണോ? இல்ல நீ செய்த தான தர்மமா? നീ ചെയ്ത ദാനധർമ്മമാണോ? இல்ல உன்னுடைய மதமா ஜாதியா? നിന്റെ മതമാണോ? നിന്റെ ജാതിയാണോ? வானத்தையும் பூமியும் படைத்த சர்வ சிருஷ்டி கர்த்தருடைய
கிருபை கிருபை ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ കൃപ അവൻ നൽകിയ ദാനമല്ലാതെ മറ്റെന്താണ്? அவர் உனக்கு பிச்சை போட்டிருக்கார். അവൻ നിനക്ക് ദാനമായി നൽകി. தானம் செய்த தெய்வத்தையே நீ யார் என்று கேட்கிறாய். ആ ദാനം നൽകിയ ദൈവത്തെ നീ ആരെന്ന് ചോദിച്ചാൽ நீ ஒரு உணர்வற்றவன், നീ ഒരു ഉണർവില്ലാത്തവൻ. கடைசியிலே ஒரு சொட்டு தண்ணீர் கிடைக்காம ഓ, അന്ത്യകാലത്ത് ഒരു തുള്ളി വെള്ളം ലഭിക്കാതെ நீ கஷ்டப்படுவாய். കഷ്ടം അനുഭവിക്കുന്നു. அது மட்டுமல்ல, അത് മാത്രമല്ല, நாம வேதனைப்பட்டு கொண்டிருப்போம். നാം വേദന അനുഭവിക്കുമ്പോൾ, சாப்பாடு இல்லாம இருப்போம். ആഹാരമില്ലാതിരിക്കുമ്പോൾ, இந்த ஹோட்டல்ல போய் சாப்பிட்டா நல்லா இருக்குமே நினைப்போம். ഈ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചാൽ നല്ലതെന്ന് ചിന്തിക്കും. நாம வெளியே அப்படியே ஏங்கிக்கிட்டு நிற்போம். നാം വെളിയിൽ അങ്ങനെ ചിന്തിച്ച് நேரத்துல ஒருத்தர் சர்ன்னு கார்ல வந்து மனைவி பிள்ளைகளோட போய் அந்த ஹோட்டல்ல போய் நல்லா சாப்பிட்டா, ആ സമയത്ത് മറ്റൊരുത്തൻ കാറിൽ വന്ന് തന്റെ ഭാര്യയും മക്കളോട് ചേർന്ന് ആ ഹോട്ടലിൽ വന്ന് നല്ല ആഹാരം ഭക്ഷിച്ചാൽ நமக்கு எப்படி இருக்கும்? നമുക്ക് എങ്ങനെ ഇരിക്കും? மனைவி கேப்பா, ആ ഭാര്യ ചോദിക്കും, உன்னை கட்டி என்னையா கண்டே? നിന്നെ കല്യാണം ചെയ്ത് എന്താ കാര്യം? உன் பிள்ளைய கண்டு உன் பிள்ளைகள் கேட்க உங்களை பார்த்து, നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ട് ചോദിക്കും, பாரு അവിടെ നോക്ക്, எப்படி சாப்பிடுற? എങ്ങനെ ആഹാരം நீ കഴിക്കുന്നു? என்னடானா 2 இட்லியை வாங்கி கொடுத்து ஏமாத்திக்கிட்டு இருக்கிறான். നീ എന്താന്ന് വെച്ചാൽ 2 ഇഡ്ഡലി മേടിച്ച് തന്നിട്ട് ഞങ്ങളെ വഞ്ചിക്കുകയാണ്. கேட்பாங்களா கேட்க மாட்டாங்களா? ചോദിക്കുമോ ഇല്ലയോ? அதுதான் ஆத்துமாவில் உண்டாகிற விரக்தி. അതാണ് ആത്മാവിൽ ഉണ്ടാകുന്ന വിരക്തി. அதுதான் ஆத்துமாவில் உண்டாகிற விரக்தி. അതാണ് ആത്മാവിൽ ഉണ്ടാകുന്ന വിരക്തി. ஒரு சொட்டு தண்ணீர் கிடைக்காத ஐஸ்வர்யவானுக்கு இப்பொழுது இன்னொரு சவுக்கடி கிடைக்கிறது. அவன் அப்படியே கண்ணை மேல பார்க்கிறான், அங்கே லாசரு சந்தோஷமா உட்கார்ந்துகிட்டு இருக்கிறான். ഒരു തുള്ളി വെള്ളം നാവിൽ വയ്ക്കുവാൻ ലഭിക്കാത്ത ധനവാന് മറ്റൊരു ചാട്ടയടി എന്നതുപോലെ മറ്റൊരു അടി കിട്ടുകയാണ്. അവൻ തൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ വീട്ടിൻ്റെ വാതിൽക്കൽ കിടന്ന ആ ലാസർ ആ അബ്രഹാമിന്റെ മടിയിലായിരിക്കുന്നു. கையை நீட்டி பாருங்க. എല്ലാം കരത്തെ അങ്ങോട്ട് ഉയർത്തിക്കേ. ஐயோ அங்க അയ്യോ, അവിടെ லாசர் இருக்கிறானே. ലാസർ ഇരിക്കുന്നു. சத்தமா പറയുക. സത്യമാ പറയുക. ஐயா, അയ്യോ, அங்க லாசர் சொபிசிகேட்டடா இருக்கானே. ഓ, അവിടെ ലാസർ വളരെ സന്തോഷം, அழகா உட்கார்ந்து இருக்கிறான். എന്ത് സൗന്ദര്യത്തോടെ. என் வீட்டு முன்னாடி நாயோட நாயா கிடந்து உட்கார்ந்து இருக்கிறானே. എന്റെ വീട്ടിന്റെ മുറ്റത്ത് നായോട് നായായി കിടന്നവൻ ഇപ്പോൾ അവിടെ ഇരിക്കുന്നു. அங்குதான் அவனுக்கு கண் திறக்கிறது. അവിടെയാണ് കണ്ണു തുറക്കുന്നത്. நித்திய ஜீவன் அவனோடு நித்திய ஜீவனை பெற வேண்டும் என்ற உணர்வு வருகிறது. അവിടെയാണ് നിത്യജീവനെ പ്രാപിക്കണമെന്നുള്ള ബോധ്യം വരുന്നത്. அவன் சொன்னான், ஐயா, അവൻ പറഞ്ഞു, நான் இங்க வந்துட்டேன், ഞാൻ ഇവിടെ വന്നു, இனி நான் போக முடியாது, ഇനി എനിക്ക് തിരിച്ചു പോകാൻ எனக்கு പറ്റില്ല, ஒரு உதவி செய்யுங்க, എനിക്കൊരു സഹായം எனக்கு 5 சகோதரர்கள் இருக்கிறார்கள், എനിക്ക് 5 സഹോദരന്മാരുണ്ട്, அவர்கள் இந்த வீட்டுக்கு வரக்கூடாது, അവർ ഈ നരകത്തിൽ വരരുത്, நீங்க போய் யாராவது அனுப்புங்க, ആരെങ്കിലും പറഞ്ഞു വയ്ക്കണം, லாசர்வை அனுப்புங்க. ലാസറവനെ അയക്കണം. ஆபிரகாம் சிரித்துக்கொண்டே சொன்னார், അബ്രഹാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, உனக்கு எத்தனை சந்தர்ப்பம் வசனம் வந்துச்சு, നിനക്ക് എത്ര അവസരം ദൈവം നൽകി, மைக்ல எவ்வளவு சத்தம் கேட்டுச்சு, ഈ മൈക്കിൽ എത്ര ശബ്ദം നിനക്ക് കേട്ടു, காதுள்ளவனாய் இருந்த நீ கேட்டாயா, ചെവി ഉണ്ടായിട്ട് നീ കേട്ടായിരുന്നോ? இங்கு செத்து இந்த உயிர் தெளிந்து ஒருத்தன் போனா கூட உன் கூட பிறந்த அண்ணன் தம்பி அப்படியே தாண்டா இருப்பார்கள். ഇവിടെ മരണത്തിൽ നിന്ന് ജീവനോട് എഴുന്നേറ്റ മറ്റൊരുത്തൻ പോയി പറഞ്ഞാലും നിങ്ങളുടെ സഹോദരന്മാർ അതുപോലെ തന്നെ நீ ചെവിടന്മാരായിരിക്കും. எப்படி அப்படிதான் உன் அண்ணன் தம்பி, നീ എങ്ങനെയാണ് അതുപോലെയാണ് നിന്റെ நீ സഹോദരന്മാർ. உற்பத்தியான இடம் அப்படி, നീ ജനിച്ച സ്ഥലം நீ എങ്ങനെയാണ്, வாழ்ந்த இடம் அப்படி. നീ ജീവിച്ച സ്ഥലം എങ്ങനെയാണ്. அவர்களுக்கு மோசே இருக்கிறார்கள், வசனம் இருக்கிறது, அதற்கு கீழ்ப்படிந்தால் அவர்கள் இந்த நரகத்துக்கு வர மாட்டார்கள். അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. അവരുടെ ഉപദേശത്തിന് അവൻ അനുസരിച്ചാൽ ഈ നരകത്തിലേക്ക് അവർ വരത്തില്ല. ஹல்லேலூயா. ഹല്ലേലൂയ. வசனத்துக்கு கீழ்ப்படிந்தால் நரகம் இல்லை, വചനത്തിന് അനുസരിച്ച നരകമില്ല, வசனத்தின்படி வாழ்ந்தால் நரகம் இல்லை, വചനപ്രകാരം ജീവിച്ച നാശം இயேசு നരകമില്ല. சொன்னபடி தியாகம் செய்து பரிசுத்தமாய் இருந்தால் நரகம் இல்லை 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 இல்லை. യേശു പറഞ്ഞതുപോലെ ത്യാഗം അനുഭവിച്ച് ജീവിച്ചാൽ നരകം ഇല്ല ഇല്ല ഇല്ല. மோட்சம், ഓ സ്വർഗരാജ്യം, எக்கால சத்தம், കാഹള ധ്വനി, தேவதூதர்களோடு உலாவுகிற தன்மை, ദൈവദൂതന്മാരോട് ஜீவ விருட்சத்தின் கனி, ജീവവൃക്ഷത്തിന്റെ ഫലം, சந்தோஷம். സന്തോഷം.
ஓ ராபா ஷிகாமா ஹந்தாரா தியா. இதற்குத்தான் ഇതിനു വേണ്ടിയാണ് இந்த கூட்டம், ഈ യോഗങ്ങൾ. ஹalleluya. ഹല്ലേലൂയ. பிளஸ் வாகமன் என்று சகோதரன் இவ்வளவு பணங்களை செலவழிக்க காரணம் என்ன? ബ്ലസ് വാഹമൻ എന്ന് പറഞ്ഞ് ദൈവദാസൻ ഇത്രയും പണം ചെലവാക്കുന്നതിന്റെ കാരണം എന്താണ്? ஆண்டவர் ஏற்பாடு செய்ய சொன்னார். ആ കർത്താവ് ഇത് ചെയ്യുവാൻ പറഞ്ഞു. எதற்கு? എന്തിന്? நீ உணர்வற்றவனாய் வசனத்தை அசட்டை செய்து நரக குழிக்கு போக கூடாது. നീ ഉണർവില്ലാത്തവനായി ദൈവ വചനത്തെ ലംഘിച്ചുകൊണ്ട് നാശം നിറഞ്ഞ നരകത്തിലേക്ക് പോകാതിരിക്കുക. எனக்கு அருமையான தேவனுடைய மனுஷனே, എനിക്ക് പ്രിയമുള്ള ദൈവ മനുഷ്യനെ, கால்ல ஒரு கொசு கடித்தால் നിന്റെ കാലിൽ ഒരു കൊതുക് കടിച്ചാൽ உனக்கு உணர்வு வருகிறது. നിനക്ക് ഉണർവുണ്ട്. உன் பிள்ளைக்கு விளையாடும் போது கீழே விழுந்தால், നിന്റെ മക്കൾ കളിക്കുമ്പോൾ താഴെ വീണാൽ, ஐயோ என் பிள்ளை சத்தம் கேட்குது என்று உணர்வோடு ஓடுகிறாய். അയ്യോ എന്റെ കൊച്ചിന്റെ ശബ്ദം കേൾക്കുന്നെന്ന് ഉണർവോട് നീ ഓടുന്നില്ലയോ? ஆனால் இயேசுவின் சத்தத்தை அறிய மாத்திரம். എന്നാൽ യേശുവിന്റെ ശബ്ദം അറിയുവാൻ മാത്രം ஏன் உனக்கு தெரியவில்லை? എന്തുകൊണ്ട് നിനക്ക് அவருடைய കഴിയുന്നില്ല? வருகை சமீபமாக இருக்கிறது என்று மட்டும் ஏன் உனக்கு புரியவில்லை? അവന്റെ വരവസന്നമായിരിക്കുന്നു എന്തുകൊണ്ട് നിനക്ക് അറിയുവാനുള്ള ബോധ്യമില്ല? ஏன் உங்களுக்கு உணர்வில்லை? എന്തുകൊണ്ട് ഉണർവില്ല? ஏசாயா தீர்க்கதரிசி மூலமாய் ஆண்டவர் அதைத்தான் சொன்னார். യേശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അതാണ് പറഞ്ഞത്. மாடு தன் தொழுவத்தை அறியும், കാള തന്റെ യജമാനനെ അറിയും, கழுதை தன்னுடைய எஜமானை அறியும், കഴുത തന്റെ ഉടയവനെ അറിയും. ஆனால் என் சாயலாய் படைக்கப்பட்ட என் ஜனமோ என்னை அறியவில்லையே. എന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ஆண்டவர் அழுது கொண்டு நிற்கிறார். കർത്താവ് കരയുന്നു. உன் பக்கத்துல நிற்கிறார். നിന്റെ അടുത്ത് നിൽക്കുന്നു. உன் குடும்பத்தின் பக்கத்துல நிற்கிறார். നിന്റെ വീട്ടിന്റെ അടുത്ത് ദൈവമുണ്ട്. இன்றைக்கு இரவு சொல்ல, ഈ രാത്രിയിൽ പറയാമോ, எனக்கு ஒன்றும் வேண்டாம், എനിക്കൊന്നും വേണ്ട കർത്താവേ, நீங்க போதும், നീ മാത്രം മതി, மோட்சம் போதும், നിത്യ ജീവൻ മതി. எனக்கு நரகம் வேண்டாம், എനിക്ക് നരകം വേണ്ട, என் பிள்ளைகளுக்கு நரகம் வேண்டாம். എന്റെ മക്കൾക്ക് നരകം വേണ്ട. கடைசியாய் ஒன்று சொல்லுங்க. അവസാനമായി ഒന്ന് പറയട്ടെ, ஒரு மனுஷன் பரலோகத்துக்கு போவானா போக மாட்டானா? ഒരു മനുഷ്യൻ സ്വർഗരാജ്യത്തിന് പോകുമോ പോകത്തില്ലയോ? இந்த பூமியின் முடிவு நடக்கும்போது, ഈ ഭൂമിയുടെ അവസാനം സംഭവിക്കുമ്പോൾ, இவன் உயிர் பிரியும் போது, അവന്റെ ജീവൻ പോകുമ്പോൾ எப்படி நாம் அறிந்து கொள்ளலாம்? എങ്ങനെ നമുക്കറിയാൻ കഴിയും? இது அனுபவத்தில் நான் சொல்லுகிறேன். ഇത് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. நம்பர் 1, ഒന്നാമത്, அவர்கள் வாதிக்கப்பட்டு சாக மாட்டார்கள். അവർ വാദിക്കപ്പെട്ട് മരിക്കത്തില്ല. பல்வேறு உபத்திரவங்கள் வியாதிகள் பட்டு மரிக்க மாட்டார்கள். അവർ പല രോഗ ഉപദ്രവങ്ങളിൽ കൂടെ പോയി മരിക്കത്തില്ല. அப்படி வியாதிகளும் ரோகங்களும் வந்தால், അങ്ങനെ രോഗവും കഷ്ടതയും വന്നാൽ, அவர்கள் செய்த கிரியைக்கு தக்க பலனை, നീതിയെ കർത്താവ് സരിക്കെട്ടുகிறார் എன்ற അർത്ഥം. അങ്ങനെ രോഗം പ്രയാസം വന്നാൽ അവരുടെ പ്രവർത്തിക്ക് അനുസരിച്ചുള്ള അവൻ ദൈവത്തിന്റെ കരം അവരുടെ മേൽ വെളിപ്പെടുന്നു. ஏனென்றால் நீதியை சரிக்கட்டுகிற தெய்வம், ദൈവം നീതി പ്രവർത്തിക്കുന്ന ദൈവം. രണ്ടാമത് எப்படி அறியலாம்? എങ്ങനെ കാണാൻ പറ്റും? அவர்கள் சந்தோஷமாய் கடவுளை துதித்து பாடி பிள்ளைகளை வம்சங்களை ஆசீர்வதித்து விட்டு, நான் தெய்வத்திடத்தில் போகிறேன், நீங்கள் ஒழுக்கமாய் இருங்கள் என்று சொல்லிவிட்டு போவார்கள். അവർ സന്തോഷമായി ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് തൻ്റെ മക്കളോട് പറയും, നിങ്ങൾ അനുസരണമുള്ള ഒരു തലമുറയാ ജീവിക്കണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്ന് യാത്ര പറഞ്ഞിട്ട് അവർ. வேதாகமத்தில் அப்படித்தான் எழுதப்பட்டிருக்கிறது. ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. கோலின் முனையிலே தொழுது கொண்டு கர்த்தரிடத்தில் போனார்கள். யாக்கோபு கோலின் முனையிலே சாய்ந்து கொண்டு, യാക്കോബ് തന്റെ വടിയിൽ ചാഞ്ഞുകൊണ്ട് அவன் ஜெபித்து பிள்ளைகளுக்கு தீர்க்க தரிசனம் சொல்லிவிட்டு மரித்தான். അവൻ പ്രാർത്ഥിച്ച് തന്റെ മക്കളോടുള്ള ദൂതുകൾ പറഞ്ഞിട്ടാണ് മരിച്ചത്. അതുകൊണ്ടാണ് ஆண்டவராகிய தேவன் சொல்கிறார், நான் ஆபிரகாமின் தேவன், ஈசாக்கின் தேவன், யாக்கோபின். അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. இன்றைக்கு இரவு உங்களுக்கு ஒரு சவால் விடுகிறேன். ഈ രാത്രി ഞാൻ നിങ്ങളെ ഒരു ചലഞ്ച് ചെയ്യും. ஏதாவது ஒரு இடத்திலே நான் ஆபிரகாமின் தேவனும், ஈசாக்கின் தேவனும், யாக்கோபின் தேவனும், யோசேப்பின் தேவனுமாய் இருக்கிறேன் என்று எழுதியிருக்கிற ஒரு வசனத்தை காட்டுங்கள், பார்க்கலாம். നിങ്ങൾ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, യോസേപ്പിന്റെ ദൈവം എന്ന് എഴുതിയിരിക്കുന്നത് കാണിച്ചു തരാൻ കഴിയുമോ? എന്തുകൊണ്ട് എഴുതിയില്ല? யோசேப்பு பரிசுத்தமாய் வாழ்ந்தான். യോസേപ്പ് വിശുദ്ധിയോട് ജീവിച്ചു. அவன் பிள்ளைகளுக்கு பங்கு கிடைத்தது. അവന്റെ മക്കൾക്ക് അവകാശം ലഭിച്ചു. அவனுக்கு குழியில் இருந்தவனுக்கு வாக்குத்தத்தம் பண்ணபடி பிரதம மந்திரி பதவி கிடைத்தது. ഒട്ടക്കിടയിൽ കിടന്നവന് ദൈവം നൽകിയ വാഗ്ദത്ത പ്രകാരം പ്രധാനമന്ത്രിയായി ദൈവം മാറ്റി. ஆனால் யோசேப்பு கடைசியாக
ஒரு முயற்சி எடுக்கவில்லை. എന്നാൽ യോസേഫ് തന്റെ മരണകാലത്ത് ഒരു അവൻ പ്രവർത്തിച്ചു ஒரு எஃபர்ட். He did not take any effort. അവൻ ഒരു പ്രയാസവും എടുത്തില്ല. நான் சாக போகிறேன், ഞാൻ മരിക്കാൻ പോകുന്നു, நான் என் தகப்பனை அடக்கம் பண்ணது போல என்னையும் கானான் தேசத்துக்கு கொண்டு போங்கள் என்று அவன் சொல்லவில்லை. എൻ്റെ അപ്പനെ കാനാനിൽ അവൻ അടക്കിയതുപോലെ ഞാൻ മരിക്കുമ്പോൾ എന്നെയും കൊണ്ടുപോയി കാനാനിൽ അടക്കണം എന്ന് അവൻ പറഞ്ഞില്ല. കൈകളെ തട്ടി കർത്തരെ മഹിമപ്പെടുത്തുക. കരം അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. இதுதான் நித்திய ஜீவன் பெற்ற மனுஷனுக்கும் பரிசுத்தமாய் வாழுகிற மனுஷனுக்கும் இருக்கிற வித்தியாசம். ഇതാണ് നിത്യജീവൻ പ്രാപിച്ചവനും വിശുദ്ധമായി ജീവിക്കുന്നവനും ഉള്ള വ്യത്യാസം. മുൻകുറിക്കപ്പെട്ടവനുക്കും பின்மாற்றக்காரனுக்கும் இருக்கிற வித்தியாசம். മുൻ നിർണയിക്കപ്പെട്ടവനും പിന്മാറ്റക്കാരനും ഉള്ള വ്യത്യാസം நன்றாக புரிந்து கொள்ளுங்கள். നന്നായി ശ്രദ്ധിക്കുക. பழைய ஏற்பாடா இருந்தாலும் புதிய ஏற்பாடா இருந்தாலும் தெய்வம் நியாயசனத்தில் உட்காரும் பொழுது அவர் நியாயாதிபதி. പഴയ നിയമമായാലും പുതിയ നിയമമായാലും ദൈവം ന്യായ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ ന്യായാധിപതി. ஹல்லேலூயா. ഹല്ലേലൂയ. இந்த பூமியில நீ கேட்டதெல்லாம் கொடுப்பார். ഈ ഭൂമിയിൽ നീ ചോദിച്ചതെല്ലാം ദൈവം തരും. ஆனால் என்னை நினைத்தருளும் பரலோகத்தை எனக்கு என் வம்சத்துக்கு தாரும் என்று நீ கேட்டால் மட்டும்தான் உங்களுக்கு தருவார். എന്നാൽ ഈ ലോകത്തിൽ വെച്ച് കർത്താവേ എന്നെ ഓർക്കണമേ, എനിക്കും എൻ്റെ തലമുറയ്ക്കും ആ സ്വർഗ രാജ്യത്തെ അവകാശമായി തരണമേ എന്ന് ആര് ചോദിക്കുന്നു അവർക്ക് മാത്രമേ ദൈവം തരത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ശബ്ദമായി சொல்லுவோம். കരമുയർത്തി ശബ്ദമായി പറയാമോ? അവൻ சொன்னான், ദൈവം പറഞ്ഞു, தேவன் உங்களை சந்திப்பார். യോസേഫ് പറഞ്ഞു, ദൈവം നിങ്ങളെ സന്ദർശിക്കും. நான் அப்பொழுது செத்து போய் விடுவேன். ഞാൻ അങ്ങനെ മരണപ്പെടും. நீங்க போகும் பொழுது என்னுடைய எலும்புகளையாவது அங்கு கொண்டு போங்க. ഞാൻ പോകും, നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥികളെങ്കിലും എടുത്തിട്ട് പോകണം. 430 வருஷம் பிளஸ் 40 வருஷம் ஆக மொத்தம் 470 வருஷம் யோசேப்பின் எலும்பை வைத்துக் கொண்டு அவர்கள் பராமரித்தார்கள். ശ്രദ്ധിക്കണമേ, 430 പ്ലസ് 40 470 വർഷം ഇസ്രായേൽ ജനം യോസേപ്പിന്റെ അസ്ഥികളെ സൂക്ഷിച്ചു കൊണ്ടിരുന്നു. என்ன பிரயோஜனம்? എന്ത് പ്രയോജനം? என்ன பிரயோஜனம்? എന്ത് പ്രയോജനം? என் அன்புக்குரிய தேவனுடைய பிள்ளையே, நீ பரிசுத்தமாய் வாழாவிட்டால் என்ன பிரயோஜனம்? നാം വിശുദ്ധ ജീവിതം ചെയ്തില്ലെങ്കിൽ എന്ത് പ്രയോജനം? ஆண்டவருக்காக தூக்கி எறியாவிட்டால், தூசியை உதறிவிட்டு எழுத வராவிட்டால் என்ன பிரயோஜனம்? ദൈവത്തിന് വേണ്ടി പൊടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ, ദൂഷിയെ ഉദരി എഴുന്നേറ്റ് எங்க വന്നില്ലെങ്കിൽ அப்பா கட்டின சர்ச், எங்க அம்மா கட்டின சர்ச், என்ன பிரயோஜனம்? എന്റെ അപ്പൻ പണിത ആലയമാണ്, എന്റെ അമ്മ പണിത ആലയമാണ്, എന്ത് പ്രയോജനം? நீ நித்திய ஜீவனுடைய மனுஷனாய், നീ നിത്യ ജീവന്റെ അവകാശിയായി, எரிகிற நெருப்போடு கூடிய மணவாட்டியாய் நீ மாற வேண்டும். കത്തി ജ്വലിക്കുന്ന ഒരു മണവാട്ടിയായി മാറണം. வேதத்திலே நேரம் இல்லை, சொல்லி முடிக்கிறேன். 5 பேர் புத்திசாலிகள், 5 பேர் புத்தி இல்லாதவர். ദൈവവചനത്തിൽ 5 പേർ ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ല. மத்தேயு 25 அதிகாரத்தில் வாசித்துக்கொள்ளுங்கள். മത്തായി 25 അധ്യായത്തിൽ നാം വായിക്കുന്നു. 5 பெண்கள் எப்படி இருந்தார்கள்? 5 പേർ എങ്ങനെയുള്ളവരായിരുന്നു? மேக்கப், ஃபுல் Dress, നല്ല മേക്കപ്പ്, மணவாட்டி Dress, നല്ല മണവാട്ടി ഡ്രസ്, கையில தீவெட்டி டார்ச், നല്ല തീവട്ടി. அதை அணைந்து போனால் என்ன செய்வது என்று யோசித்து എണ്ണയോട് വന്നാர்கள். അത് കെട്ടുപോയാൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് എണ്ണയോട് അവർ വന്നു. 5 പേർ, மீதி இருக்கிற 5 பேர் நல்ல மணவாட்டி. ബാക്കി 5 പേരും കാണുമ്പോൾ നല്ല മണവാട്ടി, கையில டார்ச், നല്ല കയ്യിൽ തീവട്ടികളുണ്ട്. ஆனால் முன் ஜாக்கிரதையோடு கூட எண்ணெயை எடுத்து வரவில்லை. എന്നാൽ ഒരുക്കത്തോട് എണ്ണ കൊണ്ടുവന്നില്ല. இங்குதான் நீங்க பார்க்கணும். ഇവിടെയാണ് കാണണം. மணவாளன் வர தாமதமானது. മണവാളൻ വരാൻ താമസിച്ചപ്പോൾ, உங்களுக்கு எல்லாம் தெரியும், നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 5 பேர்கிட்ட எண்ணெய் கொண்டு வந்தவங்க கேட்கிறாங்க, எங்களுக்கு ஒரு எண்ணெய் தாங்க. 5 പേർ എണ്ണ കൊണ്ടുവന്നവരോട് അവർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് അല്പം എണ്ണ, Give me some oil. ഞങ്ങൾക്ക് അല്പം എണ്ണ വേണം, எனக்கு கொஞ்சம் எண்ணெய் கொடு. എനിക്ക് കുറച്ച് എണ്ണ വേണം. நல்ல நித்திய ஜீவனுக்குரிய ஆவியுடைய புத்தியுள்ள ஸ்திரியா இருந்தால், നല്ല നിത്യജീവന് ഒരുക്കമുള്ള ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നാൽ, எனக்கும் கொஞ்சம் வைத்துக் கொள்கிறேன், എനിക്കും കുറച്ച് വെക്കുന്നു, நீங்களும் வைத்துக் கொள்ளுங்க. നിങ്ങളും കുറച്ച് എടുത്തോ. சொல்ல வேண்டுமா வேண்டாமா? പറയണോ വേണ്ടയോ? நல்லா சிந்தித்து கேளுங்க. നല്ല ചിന്തിച്ച് പറയണം. ஒரே புருஷனுக்கு தான் மணவாட்டியா போக போறாங்க. ഒരേ പുരുഷനാണ് മണവാട്ടിയായി പോകുന്നത്. அது இரவு நேரம், അത് രാത്രി വേളയാണ്. அந்த 5 பேர் சொல்றாங்க, 5 പേരും പറയുന്നു, இந்த அலங்கரிக்கப்பட்ட நகை நட்டு Dress போட்ட இந்த பெண்ணுகளை பார்த்து சொல்றாங்க, ഈ അലങ്കാരമെല്ലാം ഉള്ള ആഭരണം നല്ല വസ്ത്രമെല്ലാം ഉടുത്ത ആ സ്ത്രീകളെ നോക്കി പറയുന്നു. என்ன சொல்றாங்க தெரியுமா? എന്താണ് പറഞ്ഞത്? ராத்திரில போய் எண்ணெய் கடையில
போய் வாங்கிக்கங்க. രാത്രിയിൽ നിങ്ങൾ പോയി എണ്ണ വിൽക്കുന്ന കടയുണ്ട്, അവിടെ പോയി വാങ്ങിക്കോ. கொஞ்சம் நீங்க சிந்திச்சு பாருங்க. കുറച്ച് ആലോചിച്ചേ. நல்ல மேக்கப் எல்லாம் போட்டு, நல்ல மேக்கப் எல்லாம், நகையெல்லாம் போட்டு, நல்ல ஆபரணம் எல்லாம் தரிச்சு நடு ராத்திரி 12 மணிக்கு மேல ரோட்ல போனா, நடு ராத்திரி 12 மணிக்கு ரோட்டில் போயா, என்ன கடையை போய் தட்டுனா, என்ன கடையை போய் தட்டியா, ரோட்ல போகும்போது சொல்வா, நீ மனவாட்டியா விபச்சாரியா, உனக்கு எவ்வளவு காசு வேணும்? 1000 rupees or second 5000 rupees. റോട്ടിൽ പോകുമ്പോൾ ആൾക്കാർ പറയും, നീ മണവാട്ടിയാണോ അല്ലെങ്കിൽ വേശിയാണോ, 1000 രൂപയാണ്, എത്രയാ കൂലി? கேட்பாங்களா கேட்க மாட்டாங்களா? ചോദിക്കുമോ ഇല്ലയോ? கேட்பாங்களா கேட்க மாட்டாங்களா? ചോദിക്കുമോ ഇല്ലയോ? ஒரு பெண்ணு நகைக்கு நீ 1 பவுன் நகையை போட்டு இன்னைக்கு வெளியே போயிட்டு வந்துட முடியுமா? ഒരു സ്ത്രീ 1 പവൻ ആഭരണം ധരിച്ചിട്ട് റോട്ടിൽ കൂടെ പോയിട്ട് വരാൻ പറ്റുമോ? 1 പவுன் 1.5 ലட்சம் ரூபாய், 1 പവന് 1.5 ലക്ഷം രൂപ தூக்கிட்டு போயிடுவான், എടുത്തിട്ട് പോകും. மோசமான காலத்தில் இருக்கிறோம், നാശം പിടിച്ച കാലത്തിൽ. இன்றைக்கு இப்படித்தான் மனவாட்டிகளாக இருந்தாலும் there is no sharing mind. ഓ, ഇന്ന് മണവാട്ടിയായി ഇരുന്നാല് പങ്കുവെച്ച് കൊടുക്കുന്ന ഒരു മനോഭാവമില്ല. நீயும் ஒரு பெண், നീ ഒരു സ്ത്രീയാണ്, நீ ஒரு அலங்கரிக்கப்பட்டவள், നീയും ഒരു അലങ്കരിക്കപ്പെട്ട காலம் கெட்டு கிடக்கு, കാലം നശിച്ചു കിടക്കുന്നു. என்னுடைய விளக்கு வெளிச்சத்துல இரு, എന്റെ വിളക്കിന്റെ വെളിച്ചത്തിൽ നീ ഇരിക്ക്. நமக்கு புருஷன் வர போறாரு, നമ്മുടെ മണവാളൻ വരാൻ പോകുന്നു, நம்முடைய மணவாள வர போறாரு, നമ്മുടെ മണവാളൻ വരാൻ പോകുന്നു. சேர்ந்து போவோமே, ചേർന്ന് പോകാം சொன்னாங்களா? പറഞ്ഞായിരുന്നു? இல்லையே. ഇല്ലല്ലോ. அப்ப இவங்க எங்க போவாங்க? അപ്പൊ ഇവരെവിടെയാണ് പോകുന്നത്? நரகத்துக்கு, നരകത്ത്, சிட்சைக்கு. ശിക്ഷை. இப்போ அந்த 5 பேர் எண்ணெயை வாங்கிட்டு வந்துட்டாங்க. ഈ 5 പേര് എണ്ണ മേടിച്ചിട്ട് വന്നു. போய் பாஸ்டர் வாகமனுக்கு போய் ஜான் மார்ட்டின்ட்ட போய் ஞானஸ்தானம் எடுத்து எண்ணெய் அலங்காரம் பெற்று திரும்ப தீவெட்டி எடுத்து வச்சு வந்துட்டாங்க. ഇപ്പം വാഗമണ്ണി പോയി പാസ്റ്റർ ജാൻ മാർട്ടിന്റെ അടുത്ത് പോയി സ്നാനപ്പെട്ട് അഭിഷേകം പെറ്റ് തീവ്രങ്ങളോട് വരുന്നു. தெருவுக்கு வந்தாச்சு, വന്നു, முன்குறிக்கப்பட்ட இடத்துக்கு வந்தாகி விட்டது. ദൈവം നിർണയിച്ച സ്ഥലത്തേക്ക് വന്നു. அங்க பார்த்தா சில சொல்றான், உனக்கு அறிவு இல்லையா? அப்பயே சேரட் வந்துச்சு, ராஜா வந்தாரு, இருக்கிற 5 பேரை கூப்பிட்டு போயிட்டாரு. അപ്പോൾ ദൈവം വന്നായിരുന്നു, രഥങ്ങൾ വന്നു, ദൈവം ഉണ്ടായിരുന്ന വിശുദ്ധന്മാരെ എല്ലാം എടുത്തിട്ട് പോയി. இவங்களுக்கு எப்படி இருக்கும்? എങ്ങനെ ഇരിക്കെ? மேக்கப் போட்டனே, മേക്കപ്പ് ഇട്ടല്ലോ, நான் ட்ரெஸ் மாட்டினே, നല്ല அலங்காரம் பண்ணனே, വസ്ത്രമിട്ടല്ലോ, അലങ്കരിച്ചല്ലോ. இவங்க பேச்ச கேட்டு என்ன கடைக்கு போயிட்டனே, ഇവരുടെ വാക്ക് കേട്ട് എണ്ണ മേടിക്കാൻ പോയല്ലോ. நான் போக மாட்டேன், ഞാൻ പോകത്തില്ല. இன்றைக்கு யாராவது நீங்கள் அப்படி ராத்திரியில எண்ணெய் கடையை தேடி போக கூடாது. ആ രാത്രിയിൽ നിങ്ങൾ ആരും എണ്ണക്കട അന്വേഷിച്ച് പോകരുത്, போகவே கூடாது. പോകരുത്. என் டார்ச் எரியாட்டாலும் பரவாயில்ல, എന്റെ ടോർച്ച്, എന്റെ വിളക്ക് நான் இருக்கிற ஸ்தானத்துல இருப்பேன், ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തിരിക്കും. என் மணவாளன் வரட்டும், എന്റെ മണവാളം വരട്ടെ, என் டார்ச் எரியாட்டாலும் பரவாயில்ல, എന്റെ വിളക്ക് കത്തിയില്ലെങ്കിൽ எந்த புருஷனே நான் இங்க நிக்கிறேன், இருட்டுல நிக்கிறேன்னு கத்தி அவரை கூப்பிடுவேன். എന്റെ ആത്മമണവാളനെ ഞാൻ ഈ ഇരുട്ട് നിൽക്കുന്നു എന്ന് നിലവിളിച്ച് അവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. ஏன்னா 5 போயிருச்சு, 1 2 3 5 போய் விட்டது. 1 2 3 5 5 മാറിപ്പോയി. நான் தான் நம்பர் 6, ഞാനാണ് നമ്പർ 6, நான் தான் நம்பர் 7, അതാണ് നമ്പർ நான் 7, தான் நம்பர் 8, ഞാനാണ് നമ്പർ 8, நம்பர் 9, നമ്പർ 9, நம்பர் 10. നമ്പർ 10. மணவாளனே, മണവാളനെ, மணவாளனே, മണവാളനെ, என்ன கூப்பிடாம போகண்டா. എന്നെ വിളിക്കാതെ പോകരുത്. அப்ப சேரட்ல இருந்து மணவாளன் பாப்பாரு, ആ രഥത്തിരുന്ന് മണവാൻ നോക്കും. 5 ஏறு, 5 കയറ്. யார் அங்க சத்தம் போடுறது? ആരാ ഈ ശബ്ദം എടുത്ത്? ஓ, டார்ச் இல்லையோ, ஆனா எனக்கா காத்திருக்கியா? നീ എനിക്കാണ് കാത്തിരിക്കുന്നത്, வா, വാ വാ. கூட்டு போயிடுவார். கை தட்டி கத்துற சோதரி വിളിച്ചിട്ട് പോ, കൈ തട്ടി. சொல்லுங்க, உன்னை கைவிட மாட்டார், உன்னை கைவிட மாட்டார், உன்னை கைவிட உன்னை கைவிட மாட்டார், உன்னை கைவிட மாட்டார். നിന്നെ நீ ദൈവം படிக்காதவளா കൈവിടത്തില്ല. இருக்கலாம், நீ என்ன இல்லாதவளா இருக்கலாம், ஒரு நல்ல ஒரு தாய் தகப்ப குடும்பத்துல பிறக்காம இருக்கலாம், ஆனா உள்ளத்தை பார்க்கிறாரு, உள்ளத்தை பார்க்கிறாரு. மணவாளனே, மணவாளனே என்று நீ கூப்பிட கூப்பிட மணவாளன் உன்னை கூப்பிடாமல் போகவே மாட்டான். മണവാളനെ, മണവാളനെ എന്ന് നാം വിളിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മെ സ്വീകരിക്കുവാൻ അവൻ തയ്യാറാകും. ஹல்லேலூயா, ഹല്ലേലൂയ. எவன் ஒருவன் என் கர்த்தருடைய தாசனை சொல்ல கேட்டும், ആരും ഒരുത്തൻ എൻ്റെ ദൈവത്തിന്റെ അഭിഷക്തന്റെ വാക്ക് കേട്ടും அவனுக்கு வெளிச்சம் இல்லாததனால்
അവന് വെളിച്ചമില്ലാത്തതിനാൽ இருட்டில் இருக்கிறானோ ഇരുട്ടിൽ വസിക്കുന്നു. அவன் தேவனை சார்ந்து கொள்ள கடவன். അവൻ ദൈവത്തെ ആശ്രയിക്കണം. ஏசாயா 50:10 சொல்கிறது, യെശയ്യാവ് 50:10 പറയുന്നു, அவன் கர்த்தருடைய நாமத்தை நம்பி கர்த்தரை சார்ந்து கொள்ள கடவன். അവൻ കർത്താവിന്റെ നാമത്തെ ആശ്രയിച്ച് ദൈവത്തെ ആശ്രയിക്കണം. என்ன அர்த்தம்? എന്താണ് അർത്ഥം? உங்களுக்கு வீடு இருந்தாலும் இல்லாட்டியும் ரட்சிப்பை இழக்க கூடாது. ഓ, നിങ്ങൾക്ക് വീടുണ്ടെങ്കിലും ഇല്ല എങ്കിലും രക്ഷയെ നഷ്ടപ്പെടുത്തിക്കളയും. கிடைக்காட்டாலும் ஓய்வு நாள பரிசுத்தம் ஆசரிക്കണം. പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ ആരാധന ദിവസമായ സബത്തിനെ ആചരിക്കണം. நிறைய இருக்குதோ இல்லையோ இல்லாதவங்களுக்கு தான தர்மம் பண்ணிக்கிட்டே இருக்கணும். അധികം ഉണ്ടോ ഇല്ലയോ ഇല്ലാത്തവർക്ക് കൊടുക്കണം. மற்றவர்களுக்காக ஜெபிக்கணும். മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. சாட்சியின் ஜீவியமே സാക്ഷിയുള്ള ജീവിതം நித்திய ஜீவனுக்கு கொண்டு போகும். നിത്യ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും. ஹalleluya. ഹല്ലേലൂയ. இயேசு சொன்னார், பாவத்தின் சம்பளம் യേശു പറഞ്ഞു പാപത്തിന്റെ ശമ്പളം மரணம். മരണം. மரணம். മരണം. இப்ப உங்ககிட்ட ஒன்று கேட்கிறேன். നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. மத்த 25ஆம் அதிகாரத்தை வாசிச்சவங்க எல்லாம் கை வைத்துங்க. മത്തായി 25-ാം അധ്യായത്തെ വായിച്ചവരെല്ലാം ഒന്ന് കരമുയർത്തിക്ക്. மணவாளன் வந்தார். മണവാളൻ വന്നാൽ கதவு பூட்டப்பட்டது. കഥ അടയ്ക്കപ്പെട്ടു. கல்யாணம் முடிந்ததுன்னு போட்டிருக்கா? കല്യാണം കഴിഞ്ഞെന്ന് പറയപ്പെട്ടിരിക്കുന്നു. என் பைபிள்ல போடப்படல. എന്റെ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. உங்க பைபிள் எப்படி இருக்குது? നിങ്ങളുടെ ബൈബിൾ എങ്ങനെ ഇരിക്കുന്നു? Door was closed. കഥ അടയ്ക്കപ്പെട്ടു. Wedding was happened. കല്യാണം കഴിഞ്ഞെന്നല്ല. ഇല്ല. நீ உண்மையற்றவளாய் இருந்தால் வீட்டுக்குள் போவாய், திருமணம் மட்டும் முடியாது. உள்ளே உட்கார்ந்து சோறு നീ വിശ്വസ്തൻ അല്ല എങ്കിൽ വീട്ടിന്റെ അകത്ത് പ്രവേശിക്കാൻ കഴിയും. പക്ഷേ നിനക്കും ആ മണവാളനും തമ്മിൽ വിവാഹം കഴിയത്തില്ല. மணவாளன் உன்னை லவ் பண்ண மாட்டாரு. മണവാളൻ നിന്നെ സ്നേഹിക്കത്തില്ല. இன்னைக்கு எல்லாம் வாலண்டியர்ஸ் டே கொண்டாடிட்டு இருக்கான் உலகத்துல. ഇന്ന് ലോകത്തിൽ എല്ലാവരും വാലണ്ടിയേഴ്സ് ഡേ ആഘോഷിക്കുന്നു. நீ வாலண்டியர்ஸ் டே தான் கொண்டாட முடியும். നീ വാലണ്ടിയേഴ്സ് ഡേ ആഘോഷിക്കാം. ஆனா பரிசுத்தமான ஒரு சந்ததியை பெற்று நீ சாட்சியா வாழ முடியாது. ഒരു വിശുദ്ധ സന്തതിയെ പ്രസവിച്ച് വിശുദ്ധമായി ജീവിക്കുവാൻ കഴിയത്തില്ല. இன்றைக்கு உனக்கு பிறந்திருக்கிற பிள்ளை ഇന്ന് നിനക്ക് ജനിച്ച எவனுக்கு பிறந்தது எவன் சொல்ல முடியும்? ആർക്ക് ജനിച്ചെന്ന് ആര് പറയാൻ പറ്റും? ஒழுக்கம் இல்லாமல் இருந்தால், ஒழுங்கீனமாய் வாழ்ந்தால், സ്തോത്രം, ഹല്ലേലൂയ, வேசித்தனமாய் வாழ்ந்தால், അശുദ്ധിയിൽ ജീവിച്ചാൽ என் பிள்ளைக்கு தகப்பன் யார் என்று எப்படி சொல்ல முடியும்? നിന്റെ മക്കളുടെ അപ്പൻ ആരെന്ന് പറയാൻ പറ്റും? ஒரு புருஷனுக்கு ஒரு மனைவிக்கு உத்தமமாய் வாழ்ந்தால், ഒരു ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് ഉത്തമമായി ജീവിക്കണം. இவர்தான் உன் தகப்பன், ഇതാണ് നിന്റെ இவர்தான் உன் தாய், ഇതാണ് നിന്റെ അമ്മ. நமக்கு உருவாக்கினவர் பரம தகப்பன். നമുക്ക് ഈ തലമുറയെ നൽകിയത് സ്വർഗ്ഗസ്ഥനായ പിതാവ്. ஹல்லேலூயா. ഹല്ലേലൂയ. அதற்குத்தான் இன்றைக்கு இயேசுவை சந்திக்க അതുകൊണ്ടാണ് യേശു നമ്മെ സന്ദർശിക്കുവാൻ വന്നത്. அவர் உன் உள்ளத்தை பார்க்கிறார். അവൻ നിന്റെ ഹൃദയത്തെ കാണുന്നു. புறம்பான அலங்கரிப்பை பார்க்கவில்லை. വെളി പ്രകാരമായ അലങ്കാരത്തെ അല്ല അവൻ കാണുന്നു. உங்களுடைய உள்ளத்தில் மறைந்திருக்கிற குணமே, നിങ്ങളുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന സ്വഭാവമാണ്. அதுவே ரட்சிப்பை உன் வீட்டுக்கு கொண்டு வரும். അതാണ് രക്ഷയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. 1 பேதுரு 3 அதிகாரத்தை வாசித்துக் கொள்ளுங்கள். 1 പത്രോസിന്റെ 3-ാം അധ്യായം വായിച്ചാൽ அப்படியே எழும்புங்க. അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു, ஆண்டவரே, நான் லாசருவை போல வாழ வேண்டும். ഞാൻ ലാസറിനെ പോലെ ജീവിക്കണം. ஆண்டவரே, நான் புத்தியுள்ள ஸ்திரியை போல வாழ வேண்டும். ഞാനൊരു ബുദ്ധിയുള്ള സ്ത്രീയെ പോലെ ജീവിക്കണം. ஆண்டவரே, കർത്താവേ, ஒவ்வொரு நாள் இரவும் உம்முடைய வருகை எதிர்பார்க்கிற ഓരോ ദിവസവും மனவாட்டியாய் நான் வாழ வேண்டும். ആമേൻ, നിന്റെ വരവിനെ ആമേൻ ഹല്ലേലൂയ எதிர்நோக்குகிற மனவாட்டி, ആഗ്രഹിക്കുന്ന ഒരു മണവാട്ടിയായി ജീവിക്കണം. expecting bride. ആമേൻ, മണവാളന്റെ எல்லாரும் எழுந்து நிற்போமாக, ആമേൻ ഹല്ലേലൂയ. கண்களை மூடுவோமாக, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടയ്ക്കുക, வாய் திறப்போமாக. വായുകളെ തുറന്ന്, ஆண்டவரே, என்னை அலங்காரப்படுத்துவீராக. എന്നെ അലങ്കരിക്കണമേ, எனக்கு பரிசுத்த அலங்காரத்தை தாரும். എനിക്ക് വിശുദ്ധ വസ്ത്ര അലങ്കാരത്തെ തരണം. பரிசுத்த அலங்காரத்தோடு நான் உம்மண்டை வர, വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോട് നിന്റെ അടുത്ത് വരുവാൻ எனக்கு உதவி செய்யும். എനിക്ക് സഹായിക്കണം.